ആ 37th മൂവ് ആയിരുന്നു ഈ ഗെയിമിൽ ലിയോ തോക്കാനുള്ള കാര്യം. 4 കഥയുണ്ട് പറയാൻ. അതിൽ ഞാൻ ഒരു കഥ ലോക്ക്ഡ് ആണ്, 3 കഥയെ പറയാൻ പോകുന്നത്. ഒരു കഥ ലോക്ക്ഡ് ആണ്. ഇതൊട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കാണിക്കുന്ന ഓരോ സ്ലൈഡും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ അതിന്റെ നോട്ട്സ് കാണാൻ പറ്റും ലൈവായിട്ട്. ChatGPTയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഹൈപ്പിന്റെ ഭാഗമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള നീഡ് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ ഡയറ്റിന്റെ റിക്വയർമെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന്റെ നിങ്ങളുടെ ഒരു ഓർഡർ, ഒരു മഡിന് മെമ്മറി ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്ന് പറയുമ്പോൾ നാവ് എവിടെ ഇരിക്കുന്നത്? സ്മാർട്ടർ ആവുന്നതിനെ കുറിച്ച് ആരും പേടിക്കണ്ട. മെഷീൻസ് ആണ്. യൂസ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സ്മാർട്ടർ ആവുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. MSS ന്യൂ ജനറേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേര് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ലിങ്കിൻ പുറകിൽ അടിച്ചു. ഇത് ഫ്രീ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ ജോബും നമ്മുടെ വർക്ക് എൻവയോൺമെന്റിലും എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് 2 ജോബ് കൊടുക്കും. നിങ്ങൾക്ക് 2 ജോബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എല്ലാവരും എഴുതുന്ന ഒറ്റ ഇംഗ്ലീഷേ ഉള്ളൂ. ChatGPT ഇംഗ്ലീഷ്. എക്സ്പെർട്സും ഇല്ല, മീഡിയ കുറവും ഇല്ല, ഒറ്റ ഇംഗ്ലീഷ്. എല്ലാ മെയിലും ഒരേപോലെ തുടങ്ങുന്നത്. ChatGPT ഓപ്പൺ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഡാറ്റാ സയൻസ് പഠിച്ച ആളുകളോ എഞ്ചിനീയേഴ്സോ അല്ല, ജസ്റ്റ് ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾ. മാത്സിന്റെ ക്വസ്റ്റ്യൻ വിത്ത് വിഷ്വൽസ്, പരാബോള എങ്ങനെ പഠിപ്പിക്കാം എന്ന ടൂള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ മാരിയോ ലെവൽ 1 in 3 minutes. അപ്പോ ഇതിനകത്ത് ഇനി റൂള് മാറ്റാം. ഇത് ഈ വരുന്ന സാധനത്തിന് പകരം നിങ്ങൾക്ക് ജിലേബി ലഡു ഒക്കെ വരാനൊക്കെ പറയാം. എനിക്ക് കുറച്ചും കൂടെ വിഷ്വലി കണ്ട് പഠിക്കാൻ പറ്റും. ഫിസിക്സ് സാറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. ഹൃദയം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് വെച്ചിട്ട് എങ്ങനെ അവരുടെ ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അവർക്ക് വേണ്ട പ്രോഡക്റ്റ് അവർ തന്നെ ഉണ്ടാക്കുന്നു എന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ആക്കി എടുക്കുക. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രോഡക്റ്റുമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഒരു നല്ല CV ഉണ്ടാക്കണം, നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൊടുക്കാം, അല്ലെങ്കിൽ ടൂൾ ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ബിസിയാണ്, നമുക്ക് ഒട്ടും സമയമില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. ഈ മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇമിറ്റേഷൻ ഗെയിം എന്ന മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളൊരു കൈയൊക്കെ ആവോ? 1 2 പേര് കണ്ടിട്ടുള്ളൂ? ഓക്കെ. ഇത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് 1936 അന്ന് കണ്ടുപിടിക്കാൻ കാരണമായ ഒരു വലിയ ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഉണ്ടാക്കിയ സിനിമയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്. യുടെ ഒരു ഏർലി സ്റ്റേജ് ഓഫ് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഞാനൊരു താങ്ക് യുവിന് വേണ്ടി മാത്രം ഈ സ്ലൈഡ് വെച്ചതാ. ഒരു ലൈക്ക് ടു അക്നോളജ് ദ ഗ്രോഡ് ഫാദർ ഓഫ് AI. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. സോ ഗോ എന്നൊരു കാർഡ് ഗെയിം ഉണ്ട്. ഗോ ഒരു കാർഡിൽ വൈറ്റും ബ്ലാക്കും ചിപ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യുന്നൊരു ഗെയിമാണ്. കുറേ സ്ട്രാറ്റജിയൊക്കെ വെച്ച് വേണം കളിക്കാൻ. അതിൽ വേൾഡ് ചാമ്പ്യന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 2016 നമ്മുടെ ഗൂഗിള് ഒരു AI റിലീസ് ചെയ്തു, AlphaGo എന്ന് പറഞ്ഞിട്ട്. AlphaGoക്ക് ഈ ഗോ ഗെയിം കളിക്കാൻ പറ്റും. അങ്ങനെ അന്നത്തെ വേൾഡ് ചാമ്പ്യനായ ലിയോനെ വിളിച്ചിട്ട് ഈ ഗെയിം കളിക്കാൻ പറഞ്ഞു. പക്ഷെ ആരായിരിക്കും ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AlphaGo ആ ഗെയിം ജയിച്ചു, വേൾഡ് ചാമ്പ്യനെ തോൽപ്പിച്ചു. 2016. അപ്പോൾ നമ്മളെല്ലാവരും പത്രത്തിൽ കാണുന്ന ന്യൂസ് എന്തെന്ന് വെച്ചാൽ AI ഹ്യൂമനെ ഡിഫീറ്റ് ചെയ്തു. ഇതാണല്ലോ നമ്മളെല്ലാവരും വായിക്കുന്നത്. എന്നിട്ട് നമ്മൾ റോബോട്ട്സ് വന്നു, ഹ്യൂമനേക്കാളും കപ്പാസിറ്റി ഉണ്ടായി. എല്ലാവരും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ഈസ് ദ ഹൈപ്പ് ഓഫ് AI. ഈ ന്യൂസ് മാത്രമേ ഔട്ട്സൈഡ് ദ വേൾഡ് പോവുള്ളൂ. ഇതാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നത്. കാര്യം അതിനകത്തൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് ഒബിയസ്ലി നമുക്ക് ആ ഒരു വൈറാലിറ്റിക്ക് ചാൻസ്. ഈ ഗെയിമിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. 36th മൂവ് ഓഫ് AI. ആ മൂവ് ഇന്നേ വരെ ഒരു ചാമ്പ്യനും കളിച്ചിട്ടില്ലാത്തൊരു മൂവാണ്. ഈ മൂവ് കളിച്ചപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ലിയോ മെല്ലെ കൺഫ്യൂസ്ഡ് ആയിട്ട് പുള്ളി എണീറ്റ് പോയി. പുള്ളിക്ക് 15 മിനിറ്റ് നടക്കേണ്ടി വന്നു. ഈ മൂവ് എന്തിനാണ് ഇത് AI കളിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം അതൊരു നല്ല മൂവ് അല്ല. ആ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഗെയിം തോക്കാനുള്ള ചാൻസ് ഉണ്ട്. നോർമൽ ഹ്യൂമൻ ബീയിങ് ആ മൂവ് കളിക്കാറില്ല. പക്ഷെ അവസാനം ലിയോ തോറ്റു കഴിഞ്ഞ് ഈ ഗെയിമിൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായി ആ 37th മൂവ് ആയിരുന്നു ഈ ഗെയിമിൽ ലിയോ തോക്കാനുള്ള കാരണം. ഇവിടെ വേറൊരു ഹിഡൻ സാധനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടെത്താത്ത ഒരു മൂവ്മെൻറ്റ്, നമ്മൾ കണ്ടെത്താത്ത ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ കണ്ടുപിടിക്കാൻ AIക്ക് പറ്റി. ഈ ന്യൂസ് എങ്ങും ഷെയർ ആയിട്ടില്ല. ഈ ന്യൂസ് ആരും ഷെയർ ചെയ്യത്തില്ല. കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ AIയും that makes sense.
ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ എയും ഈ ഹൈപ്പ് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. നാളെ ഒരു ക്യാൻസറിൻ്റെ മെഡിസിൻ നമ്മൾ ഇത്ര നാളായിട്ട് ശ്രമിക്കുന്നു, കണ്ടെത്തിയിട്ടില്ല. ഒരു ക്യാൻസറിൻ്റെ മെഡിസിൻ കണ്ടെത്തണമെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ മാറ്റിയാൽ, ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പൗണ്ടിങ് മാറ്റിയാൽ പറ്റുമായിരിക്കും. അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതാണ് റിയൽ എ ഐയുടെ യൂസ് റാദർ ദാൻ ഹൈപ്പ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ബിയോണ്ട് ദ ഹൈപ്പ് ഓഫ് എ ഐ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഹൈപ്പ്, ഇപ്പോൾ ഗൂഗിൾ ജെമിനി വീഡിയോ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ചാറ്റ് ജി പി ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ ആൻസർ പറയുന്നു. എത്ര പേരുണ്ട് ഈ കൊടുത്ത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ടില്ലാത്ത ഇന്നേവരെ? ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ടില്ലാത്ത എല്ലാവരും ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും ഇല്ല. ഞാൻ ഒരാളെങ്കിലും കൈവെക്കുമെന്ന് കരുതി അടുത്ത 2-3 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ആരും കൈവെക്കില്ല, അത് പോയി. ഓക്കെ, ചാറ്റ് ജി പി ടി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചാറ്റ് ജി പി ടിയും ഈ എ ഐയുടെ ചാറ്റ് ജി പി ടിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ ഐയുടെ ഹൈപ്പിൻ്റെ ഭാഗമാണ്. കുറേ പേര് പറഞ്ഞു ചാറ്റ് ജി പി ടി ഉണ്ടെങ്കിൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. എനിക്ക് ഇമെയിലായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഇട്ടിട്ട് ഒരു കഥയില്ലല്ലോ. സോ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. ഹൈപ്പ് എന്തോ ആവട്ടെ, നമ്മുടെയും നമുക്ക് വേണ്ട ഒരു എ ഐ ഒളിച്ചിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കുക, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുക എന്ന് പറയുന്നതാണ് മെയിൻ അജണ്ട. സോ 80 more days to go. ബൈ ദ വേ, എനിക്കിവിടെ ഞാൻ കുറച്ച് ക്യാൻഡീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ക്യാൻഡീസും ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്ന ആൾക്കാർക്ക് ഇത് തരുന്നതായിരിക്കും. കുറച്ച് എൻഗേജിങ് ആക്കണമെന്ന് സലീമൊക്കെ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ വേറെ വഴിയില്ല, ക്യാൻഡി കൊടുത്താലേ എൻഗേജിങ് ആവുള്ളൂ എന്ന് തോന്നിയുണ്ടാ. 80 more days to go for what? 80 more days to go for what? കറക്റ്റ്. ഈ ഇയർ തീരാൻ 80 more days ഉള്ളൂ. ഭയങ്കര മാത്തമാറ്റിക്കൽ ബ്രെയിൻസ് ആണല്ലോ ഇവിടെ. ഞാൻ ചാറ്റ് ജി പി ടി കണ്ടുപിടിച്ചത് 80 more days എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എത്രാമത്തെ ഡേ ഈ ഇയറിലെ മാത്തമാറ്റിക്കൽ ബ്രെയിൻസ് പെട്ടെന്ന് പറയൂ. Yeah, I think it was 65. Okay, it's up to you. I'm not. In 80 days, you know, ഒരു ദിവസം ഇറങ്ങുന്നത് 59 AI ആപ്പാണെന്നാണ് കണക്ക്. 59 AI ടൂൾസ് എവറി സിംഗിൾ ഡേ. അപ്പോൾ ഇനി അടുത്തുള്ള 80 ഡേയ്സിൽ ഇറങ്ങാൻ പോകുന്ന AI ആപ്പുകൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ അതൊരു പൊല്യൂട്ടഡ് ഏരിയയായി മാറും അൺലെസ് നമുക്ക് വേണ്ട കറക്റ്റ് സാധനങ്ങൾ കണ്ടെത്തി റൈറ്റ് ടൈമിൽ യൂസ് ചെയ്തില്ലെങ്കിൽ. ഒരു വെബ്സൈറ്റ് ഉണ്ട്, thereisanai4that.com. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? thereisanai4that.com. കൂൾ. സോ ആ വെബ്സൈറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഏരിയ ഏതാണെന്ന് അതിൽ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആപ്സ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. അഥവാ നോട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ബൈ ദ വേ, ഈ ഇവൻറ്റ്, ഈ ബാക്കിൽ നടക്കുന്ന ഇവൻറ്റ് കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു 48 hours ഹാക്കത്തോണാണ്. ഒരു 40 പേര് ഒരു റൂമിൽ ഇരുന്നിട്ട് സ്റ്റാർട്ടപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇൻ 2 days ടൈം അവരെനിക്ക് തോന്നുന്നു 5 ആപ്സ് ഡെവലപ്പ് ചെയ്തു, സെല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി യൂസിങ് എ ഐ. ആ ഇവൻറ്റിൻ്റെ കുറച്ച് വീഡിയോസാണ് കാണുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ 800 ഈ കമ്മ്യൂണിറ്റിയിൽ 800 AI മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ അതിലെ വൺ ഓഫ് ദ മെമ്പേഴ്സാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാമെങ്കിൽ സ്കാൻ ചെയ്തോ, പറ്റുന്നുണ്ടെങ്കിൽ. ഇത് പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇത് ചെറിയൊരു ഓളം അല്ലെങ്കിൽ ചെറിയൊരു ജാട കേട്ടോ. ഇനി തൊട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കാണിക്കുന്ന ഓരോ സ്ലൈഡും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ അതിൻ്റെ നോട്ട്സ് കാണാൻ പറ്റും ലൈവായിട്ട്. അപ്പോൾ നോട്ട് എഴുതിയെടുക്കാൻ മടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ അത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ ആവും. എന്നെ നോക്കിയിരിക്കുന്നതിന് പകരം നിങ്ങൾ ഫോൺ നോക്കിയിരിക്കേണ്ടി വരും. ഇത് മെനങ്ങാന്ന് ഞാൻ ഉണ്ടാക്കിയ ആപ്പാണ്. സലീമേട്ടൻ വീണ്ടും പറഞ്ഞു കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻ ഇവിടെ കാട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഇന്നോവേഷൻ കാണിക്കാൻ പറ്റുമെന്ന് കരുതിയപ്പോൾ ഞാൻ ഒരു വിത്തിൻ 3 hours ഉണ്ടാക്കിയെടുത്തൊരു ചെറിയ ടൂളാണ് ഇത്. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ അത് പബ്ലിഷ് ചെയ്തിട്ട് സ്ലൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ബഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അധികം ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ റോൾ ഓഫ് ഐ ഇൻ എ ഐ, ഇതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ടോപ്പിക്ക്. നമ്മളെല്ലാവരും ഇന്ന് പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ആ ഐ കണ്ടുപിടിക്കുക. എനിക്ക് എവിടെയാണ് എ ഐ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ചാറ്റ് ജി പി ടി ആവണം എന്നില്ല നിങ്ങളുടെ എ ഐ. ചാറ്റ് ജി പി ടി വീട്ടിലിപ്പോൾ കുട്ടികൾക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ
ദർ ഈസ് ആൻ എ കുട്ടികളൊന്ന് പറയാം, ഞാൻ ഇത്രയും പഠിച്ചു, ഒരു റിവിഷൻ തന്നിട്ടുണ്ട്, അവരോട് 8th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ അറിയില്ല. കാര്യം ഞാൻ 8th സ്റ്റാൻഡേർഡിൽ ഫിസിക്സിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ മകൻ പറയുന്നു ഞാൻ നന്നായിട്ട് പഠിച്ചു എന്ന് പറയുമ്പോൾ 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ അവന് കൊടുക്കാനും അവനെ കൊണ്ട് എഴുതി കിട്ടിയ ആൻസർ വാലിഡേറ്റ് ചെയ്യാനുള്ള AIs നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പർപ്പസ് ഫൈൻഡ് ദ ഐ, എനിക്ക് ഏത് AI ആണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കലാണ്. ഇനി എൻ്റെ വെർഷൻ, ഇപ്പോൾ MSS എന്നൊരു ഓർഗനൈസേഷനിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ പഠിക്കുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ സെഷൻ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ചില കമ്പനീസിൽ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു വെർഷൻ ആട്ടോ. ഈ MSS ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഒബിയസ്ലി. സോ ഞാനൊരു AI ടൂൾ ഉണ്ടാക്കി. ഇത് എനിക്ക് വേണ്ടി മാത്രമാണ്. MSS എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെ കഥ പ്രിൻ്റായി വരും. കാര്യം എനിക്ക് അങ്ങനെ പറഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എനിക്ക് സാധാരണ ആൾക്കാർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് കാർട്ടൂൺ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. സോ കാണുന്നില്ലേ, ഇതൊരു PDF ആണ്. ഇതൊരു 22 പേജുള്ള PDF ആണ്. ഇതിൻ്റെ ബിഗിനിങ് ഇത് തന്നെയാണോ കറക്റ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ കറക്റ്റ് എന്ന് എനിക്ക് പിന്നീട് വെബ്സൈറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. ഹൗ ക്യാൻ വി മേക്ക് ലൈഫ് ബെറ്റർ. തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ദ ബർത്ത് ഓഫ് MSS, ഫസ്റ്റ് ആക്ട് ഓഫ് സർവീസ്, ദ ഫസ്റ്റ് 100 മീൽസ്, അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക്? ഗ്രേറ്റ്. കാര്യം ഇത് AI ഒബിയസ്ലി പബ്ലിക് ഇൻ്റർനെറ്റിലുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു പടം കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. സ്മൈൽസ് ഇൻ ദ ഡാർക്ക്, ദ ഫ്ലെയിം ഗ്രോസ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ടെന്നുള്ള കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവൻ്റ് നടന്നായിരുന്നു. 100 to 14,000 ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഇവൻ്റ് നടന്നായിരുന്നോ? ഓ ഗ്രേറ്റ് ഗ്രേറ്റ്, സൂപ്പർ, ഓസം. AI അത് പറഞ്ഞു തന്നു എനിക്ക്. ദ എൻജിൻ ഓഫ് കമ്പാഷൻ, ഓക്കെ. ദ ഫെസ്റ്റിവൽ ഓഫ് ഗിവിങ്, ഓക്കെ. റംദാൻ. ദ ഓൾ ഇന്ത്യ സ്പിരിറ്റ്, അതെന്താ? MSS ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ്, ഒബിയസ്ലി. ഡ്രോപ്സ് ഓഫ് ലൈഫ്, എംപവറിങ് ദ വുമൺ. ഇന്നത്തെ ഇവൻ്റ് നോർത്ത്. ദെൻ യൂത്ത് ഫെസ്റ്റ്, ഓക്കെ. ഇതുള്ളതാണല്ലേ. ഓണറിങ് ദ നഴ്സസ്, ഇത് നടന്നിട്ടുള്ളതാണോ? ഓ ഗ്രേറ്റ്. ലേബർ ഹാപ്പിനെസ് പ്രോഗ്രാം, ആൻറ്റി ഡ്രഗ് അവയർനെസ് ഡ്രൈവ്. ഇതെല്ലാം ഒറ്റ ഗോയിൽ ഉണ്ടാക്കി തന്നതാണ്. ഇറ്റ് ടുക്ക് അറൌണ്ട് 5 minutes ടു ക്രിയേറ്റ് ദിസ് PDF ബൈ AI. ഇതിൽ ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. ഞാൻ പേടിക്കേണ്ട, ഫിഗ്മയോ ഒരു എഡിറ്റിങ്ങോ ടൂളോ ഒന്നും വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്തെങ്കിലും തെറ്റാണെങ്കിൽ എനിക്ക് AIയുടെ തലയിൽ ചാരാലോ. ദ ഹാൻഡ് ദാറ്റ് ഹീൽസ്, MSS ന്യൂ ജനറേഷൻ, ഫ്രം ദുബായ് ടു എവറി ഹാർട്ട്, ആൻഡ് ഐഡിയൽ ഹ്യൂമൻ, ആൻഡ് ഐഡിയൽ സൊസൈറ്റി. I like the love symbol in this. And finally MSS today, ideal human, ideal society. Cool. അപ്പോൾ ഈ PDF കണ്ടിട്ട് വരുന്ന എനിക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വരുമ്പോൾ? കാര്യം എൻ്റെ ജോബ് ഈസിയായി. ഇല്ലെങ്കിൽ ഞാനിത് വെബ്സൈറ്റിൽ പോയി സലീമേട്ടനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. എനിക്ക് റെമി ചെറിയൊരു ഇൻട്രോ തന്നു അല്ലേ, ലാസ്റ്റ് വീക്ക് ഒരു ചെറിയൊരു 2 minutes ഇൻട്രോ തന്നു. ഒരു കാര്യം കൂടെ പറയാം. ഇത് ഞാൻ കഴിഞ്ഞ തവണ ലാൻഡ്മാർക്കിൽ ലാസ്റ്റ് വീക്ക് ഞാനും നിതിൻ ബ്രോയും കൂടെ പോയേ. എന്നെ അവിടുത്തെ CIO CFO ലെവലുള്ള ആളുകൾക്ക് ഒരു AI ഇൻട്രോ സെഷൻ എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാൻഡ്മാർക്കിൽ ചെന്നപ്പോൾ എനിക്ക് ലാൻഡ്മാർക്ക് അറിയാമെങ്കിലും അത്രയും വലിയ കമ്പനിയൊന്നും അറിയില്ലായിരുന്നു. സെയിം ഐ അപ്ലൈഡ് ദെയർ ആസ് വെൽ. ലാൻഡ്മാർക്കിനെ കുറിച്ച് ഞാനത് ജസ്റ്റ് സ്കിം ചെയ്യുന്നേ ഉള്ളൂ. സെയിം സ്റ്റോറി തന്നെ പറഞ്ഞേക്കുന്നത്. ലാൻഡ്മാർക്ക് തുടങ്ങിയ സമയം തൊട്ട് ലാൻഡ്മാർക്കിൻ്റെ CEOയുടെ വിഷൻ എന്തായിരുന്നു, അവരാദ്യം ഒരു ബേബി ഷോപ്പ് തുടങ്ങി, പിന്നെ അത് ഗ്രോ ആയി, സ്പ്ലാഷ്, ഷൂ മാർട്ട്, ലൈഫ് സ്റ്റൈല്. ലാൻഡ്മാർക്ക് അറിയത്തില്ല എല്ലാവർക്കും ഒബിയസ്ലി. പിന്നെ ഇത് എനിക്കറിയത്തില്ലായിരുന്നു സെൻട്രൽ പോയിൻ്റ് അവരെയാണെന്ന്. ഓക്കെ ഫൈൻ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ടൂളെങ്കിൽ
നിങ്ങളുടെ ടൂൾ ഇതായിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് പിച്ചായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കാം നിങ്ങൾക്ക് വേണ്ട ടൂൾ. ഇത് ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന ടൂളാട്ടോ. ഇതാണ് എയുടെ വേറെ സ്പെഷ്യാലിറ്റി, ഹൈപ്പർ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ. എനിക്ക് വേണ്ട സൊല്യൂഷൻ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സൽ, പവർ പോയിന്റ്, വേർഡ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഒരു ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയുള്ള സാധനമാണ്. ഇനി വരാൻ പോകുന്ന എല്ലാ സൊല്യൂഷനും നിങ്ങൾ ആലോചിക്കുക, എനിക്ക് വേണ്ട പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നീഡ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള നീഡ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ ഡയറ്റിൻ്റെ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിൻ്റെ നിങ്ങളുടെ ഒരു ഓർഡർ, നിങ്ങളുടെ ഗ്രോസറി ബിൽസ്, വീട്ടിലെ ചിലവ്, ഇതെല്ലാം നിങ്ങളൊരു എക്സലോ തേർഡ് പാർട്ടി ആപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ജനറൽ സൊല്യൂഷനേക്കാളും 1000 times ബെറ്ററാണ് നിങ്ങളുടെ കസ്റ്റം സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകും. ഇതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ വൈഫ് ബാക്കിൽ നിന്ന് ഇരിപ്പുണ്ട്. മെർലിൻ എന്നാണ് പേര്. ആൾ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് ഇവിടെ, ആൻവെഞ്ചർ എന്നാണ് കമ്പനിയുടെ പേര്. ആൻവെഞ്ചർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാൻഡില്ലേ, നിങ്ങളുടെയൊക്കെ ബ്രാൻഡ് AI വെച്ചിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കുന്നൊരു കമ്പനിയാണ്. തുടങ്ങിയേക്കുന്നത് ലിങ്ക്ഡിൻ വെച്ചിട്ടാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കാര്യം ലിങ്ക്ഡിൻ അറിയാമല്ലോ, ഒരു ഒരാൾക്ക് ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തുടങ്ങിയിട്ട് ആൾക്ക് കുറച്ച് ക്ലയൻസൊക്കെ ഉണ്ട് ഇവിടെ. ഒരു 2 ദിവസം എടുക്കും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ. അത് ഞാൻ ചോദിച്ചു, എന്താണ് നീ ചെയ്യുന്നത്, ഒരു 2 ദിവസം എടുക്കണ്ടല്ലോ. അവൾ പറഞ്ഞു, ഒരു ക്ലയൻറ്റിനായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുണ്ട്. ഞാൻ അയാളുടെ പ്രൊഫൈൽ നോക്കും, അയാളുടെ പേര്, അയാളുടെ ജോബ്, അയാൾ ഇട്ടേക്കുന്ന പോസ്റ്റ്, കമൻസ്, അയാളുടെ ഫ്രണ്ട്സ്, നെറ്റ്വർക്ക്, ഒരു 1 full day ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ തീർന്നു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എല്ലാം എനിക്ക് പറഞ്ഞതാ. ഞാനൊരു നോട്ടായിട്ട് എഴുതി എടുത്തിട്ട് വിത്തിൻ 1 or 2 days ടൈം ഞാനൊരു ടൂൾ ഉണ്ടാക്കി കൊടുത്തു. ആ ടൂളിൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ അടിമുടി മനസ്സിലാക്കിയിട്ട് ഒരു സ്കോർ ക്രിയേറ്റ് ചെയ്യും. ആ ടൂൾ ഞാനൊരു ഷെയർ ചെയ്യാം. Adventure.ai എന്നാണ് ആ ടൂളിൻ്റെ പേര്. ഇത് ഇൻറ്റേർണലി നമുക്ക് മെർലിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ടൂളാണ്. പക്ഷേ നമ്മളൊരു ഡൊമൈൻ ഉണ്ടാക്കി അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേര് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അടിച്ചു, ഇത് ഫ്രീ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മെർലിൻ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് കയറ്റി ആഡ് ചെയ്യാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യം ഇത് ഇൻറ്റേർണലി ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിന് വെറുതെ ഇട്ടേക്കുന്നതാണ്. കാര്യം ഇതിനകത്തൊരു ചെറിയ കോസ്റ്റ് ഉണ്ട് നമുക്ക്. കാര്യം ഒരു AIക്ക് ഏകദേശം ഒരു 1 to 2 minutes എടുക്കും ഇത് മൊത്തം പോയി ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു ചിലവുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളിപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം. അപ്പം ഇതിൽ നിന്ന് ഏകദേശം എന്ത് മനസ്സിലായി, ഞാൻ എൻ്റെ വൈഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നതല്ല. പക്ഷേ വൈഫിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോബ്ലം. എന്നിട്ടാണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബാക്കി ഇരിപ്പുണ്ട്. എന്ത് പറഞ്ഞാലും കേൾക്കത്തെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ഞാനൊരു ഓഫർ തരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ സംഭരണ അടുത്തും സലീമിക്കട്ടും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. നിങ്ങളുടെ ആഴ്ചയിൽ 5 ദിവസമുള്ള വീക്കിൽ 1 ദിവസം ഫ്രീ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആനപ്പാപ്പാനല്ലെങ്കിൽ, കാര്യം ആനപ്പാപ്പാനൊക്കെ AI കൊണ്ട് ഒരു സൊല്യൂഷൻ എനിക്ക് വരാനില്ല. അങ്ങനെയല്ല, നിങ്ങളല്ലാതെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ, നിങ്ങളുടെ വീട്ടിലെ വർക്ക്, സ്റ്റുഡൻസിൻ്റെ ഹോംവർക്ക്, ടീച്ചറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തൊട്ട് ഗ്രോസറി ബില്ല് തൊട്ട് ആക്ടിവിറ്റി, ഒരു 1 day നിങ്ങളെ ഫ്രീ ആക്കാനുള്ള മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. സോ ചാപ്റ്റർ 1 കഴിഞ്ഞു. 4 ചാപ്റ്റർ ഉള്ളൊരു സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 25% കഴിഞ്ഞെന്ന് ആശ്വസിക്കാം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഈ ചാപ്റ്റർ 1 ഞാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, സ്റ്റേജിനെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇതാണ് ഐഡിയ. അല്ലാണ്ട് ഞാൻ വലിയ മെഗാ AI എന്ന് പറയുമ്പോഴേ നിങ്ങൾ നെറ്റി അടിച്ചു നോക്കി ആദ്യം വരുന്ന പടം എന്തെന്നറിയോ, ഒരു റോബോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോളം പോലൊരു സാധനത്തിനകത്ത് 2 ആൻറ്റിനെയൊക്കെ വെച്ച സാധനം. ഇതല്ല AI. ഇതാണ് നമ്മൾ കാണുന്നത് എന്നും AI. അപ്പോൾ അതൊന്ന് മാറ്റി, ഇതൊന്നും അല്ല, നമ്മുടേതായ സാധനങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ AIയുടെ ഫണ്ടമെൻറ്റൽസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AIയുടെ കുറച്ച് ഫണ്ടമെൻറ്റൽസ് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ബോറടിപ്പിക്കില്ല. 4 സ്റ്റോറിയുണ്ട്. ഒരെണ്ണം പറഞ്ഞു നോക്കാം, ബോറടിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ പറയാം, ഇല്ലെങ്കിൽ ഞാനത് ഫുൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെക്കൻഡ്, നമ്മുടെ ജോബും നമ്മളെ വർക്ക് എൻവയോൺമെൻറ്റിലും AI എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സെഷനാണ്. അത് ഒരു 4-5 സ്ലൈഡുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെമോ ഉണ്ട്. ഡെമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻസിനും പേരൻസിനും ബാക്കി കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഡെമോസ് ഞാനിവിടെ കാണിക്കുന്നുണ്ടാവും. എന്നിട്ടേ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ. ഇതുവരെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പണ്ട് വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും കാണാൻ പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ.
ആപ്പിൾ മേടിച്ചുകൊണ്ട് പോകും, ബേക്കറി പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ MSSന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല. MSSൻ്റെ ചെയർമാനോ അങ്ങനെ ഏതെങ്കിലും ലെവലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ MSSൻ്റെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ വെറുതെ കൈമീശി വരാൻ പാടില്ലല്ലോ. സോ MSSGPT.com ഈ ഡൊമൈൻ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇത് ഹാൻഡ് ഓവർ ചെയ്യാം. ഇതിൻ്റെ പർപ്പസ് ഇവിടെ നെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. നമ്മൾ ChatGPT പോലെ തന്നെ MSSനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറഞ്ഞു തരുന്ന ഒരു GPT ആണത്. ചിലപ്പോൾ UAE ആദ്യത്തെ ഒരു സൊസൈറ്റി ഇറക്കുന്ന ഒരു GPT ആയിരിക്കും. അപ്പോൾ ഇതിൽ എല്ലാം ഉണ്ട്, വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമേ കണക്ട് ചെയ്ത് ട്രെയിൻ ചെയ്തുണ്ടാക്കിയൊരു മോഡലാണ്. പക്ഷേ ഇതിനടുത്ത മുമ്പോട്ട് പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നിങ്ങളുടെ ജനറൽ അപ്ഡേറ്റ്, അടുത്ത ആഴ്ച എന്ത് ഇവൻ്റാണ്, ലാസ്റ്റ് വീക്കിൽ നടന്ന ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ്സ്, അതിനി വേറെ ഏതെങ്കിലും ഫോർമാറ്റിലാക്കി തരണോ, വീഡിയോ വല്ലതും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് സാധാരണക്കാർക്ക് MSS എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ MSS ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വന്ന ആൻസറാണിത്. അപ്പോൾ ഇതാണ് ഒരു ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, അത് ഷെയർ ചെയ്യാം. MSSൻ്റെ ഒരു ചെറിയ സോങ് AI കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ MSS എന്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നേരത്തെ ആ PDF ഉണ്ടാക്കി തന്നില്ലേ, അതേപോലെ AI MSSന് വേണ്ടിയിട്ട് ചെറിയൊരു പാട്ട്, 1.5 മിനിറ്റുള്ളൊരു പാട്ട്, അതൊരു MSSൻ്റെ ആന്തം പോലെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. From hearts that choose to care, to heal the world, to simply share a touch of hope, a spark so bright. Together we bloom in desert light. No crown we seek, no glory loud, but joy that humbles makes us proud. Through every hand the kindness flows, where service lives, the spirit grows. Beyond all race, beyond all name, one world, one soul, one living flame. With love we build, with peace we stand, a brighter world hand in hand. Beyond all race, beyond all name, one world, one soul, one living flame. With love we build, with peace we stand, a brighter world hand in hand. അടുത്ത സ്റ്റോറീസിൽ പോവാം. അതിന് മുമ്പ് വേണമെങ്കിൽ ഈ ഗിഫ്റ്റൊക്കെ തരാൻ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ, അങ്ങനല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം. ChatGPTയുടെ ഫുൾ ഫോം എന്താ? ഫുൾ ഫോം ചോദിക്കാം, കുറച്ച് ഫുൾ ഫോം. ഓക്കെ, കറക്റ്റ്. അതൊന്ന് പാസ് സംതിങ്, നീ യു ആർ ദ വൺ ടു പാസ് ദിസ്. ഓ, 1 സെക്കൻഡ്. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ്, കറക്റ്റ്. ഓക്കെ, വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പെട്ടെന്ന് കൈവെക്കുന്നവർക്ക് ആൻസർ ഉണ്ട്, ഇതുണ്ട്. QR കോഡിൻ്റെ ഫുൾ ഫോം എന്താ? ക്വിക്ക് റെസ്പോൺസ്. എൻ്റെ മുട്ടായി മിക്കവാറും തീരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈം എത്രയായി? ഈ PM-ൻ്റെ ഫുൾ ഫോം എന്താ? PM എല്ലാവരും കൈ നോക്കി. ആരാ ആദ്യം പറഞ്ഞേ? രണ്ടുപേരും തന്നേക്കാം. ഒരു ഈ ലാസ്റ്റ് 2 എണ്ണം കൂടെ ഉള്ളൂ, 2 ചാൻസ് ഉണ്ട്. അല്ല, ചോക്ലേറ്റ്സ് കുറേ ഉണ്ട്. ഓക്കെ, ഇത് പറയുന്നവർക്ക് എന്തായാലും സമ്മാനമാണ് 100%. MP3യുടെ ഫുൾ ഫോം എന്താ? മീഡിയ. MP3 എന്ന് സ്ഥിരം നമ്മൾ കേൾക്കുന്നതല്ല. മീഡിയ പ്ലെയർ 3 അല്ല. ഓക്കെ, അത് കുറച്ച് പാടാണ്, എനിക്കറിയാം.
മോഷൻ പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ് 3 എന്നാണ്. അത് വളരെ റയർ സാധനമാണ്. മോഷൻ പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ് 3 എന്നാണ് MP3 ഫുൾ ഫോം. ലാസ്റ്റ് ഒരു ഫുൾ ഫോം കൂടെ ചോദിക്കുന്നുണ്ട്, അതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാണ് ചോദിക്കുന്നത്. അത് ക്യാപ്ച എന്ന് കേട്ടിട്ടില്ലേ? ക്യാപ്ച എൻ്റെ ഫുൾ ഫോം എന്താ? ഓക്കെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആർക്കും പറയാൻ പാടായിരിക്കും. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ ടെൽ ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ അപ്പാർട്ട്. ഇത് കിഡ്സ് പാസ് ചെയ്തെടുത്തോളൂ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സോ ഇനി AI കുറച്ച് ബേസിക്സ് ആണ്. ബോറടിച്ചാൽ എപ്പം നിർത്താൻ പറയണം, ഞാൻ അപ്പം നിർത്തും. 4 കഥയുണ്ട് പറയാൻ. അതിൽ ഞാൻ ഒരു കഥ ലോക്ക്ഡ് ആണ്, 3 കഥയാണ് പറയാൻ പോകുന്നത്. ഒരു കഥ ലോക്ക്ഡ് ആണ്. 1 ദ സ്റ്റോറി ഓഫ് പാ, കുഴപ്പമില്ല. 2 ദ സ്റ്റോറി ഓഫ് മഡ്, 3 ഹിറ്റ്ലർ ആൻഡ് AI, 4 വിജ്ഞാന ഭൈരവ തന്ത്ര. ഈ വിജ്ഞാന ഭൈരവ തന്ത്ര സ്റ്റോറി എനിക്കൊരു 25th സെഷൻ ഉണ്ട്, അവിടെ പറയാൻ വെച്ചേക്കുന്ന കഥയാണ്. അപ്പോൾ അതിലൊരു ട്രെയിലറായിട്ട് വിചാരിച്ചാൽ മതി, നിങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. സോ സ്റ്റോറി ഓഫ് പാ എന്ന് കേട്ടിട്ടില്ലേ? ലെറ്റർ, ആൽഫബറ്റ് ലെറ്റർ പാ. ഓക്കെ, എല്ലാവരും പാ എന്ന് പറയാമോ? കുറച്ചുകൂടെ ശക്തിക്ക് പറയാമോ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം അറിയാമോ? നിങ്ങളുടെ കൈ നിങ്ങളുടെ ലിപ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് പാ എന്ന് പറഞ്ഞു നോക്കിയേ. കയ്യിൽ കാറ്റടിക്കണ്ടേ? പാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ടങ് എവിടെ ഇരിക്കുന്നത്, നാക്ക് എവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്ക്. പാ എന്ന് പറയുമ്പോൾ നാവ് എവിടെ ഇരിക്കുന്നത്? എയറിൽ, കൈൻഡ് ഓഫ് മിഡിൽ, വളഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇനി അടുത്ത ലെറ്റർ നിങ്ങൾ പറയേണ്ടത് താ എന്ന് പറയുമ്പോൾ നാക്ക് വളഞ്ഞ് ടീത്തിൽ തട്ടിയോ എന്ന് നോക്കിയാൽ മതി, അല്ലേ? ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോയി. അടുത്ത ലെറ്റർ നിങ്ങൾ പറയേണ്ടത് ഡാ എന്ന് പറഞ്ഞപ്പം നാവ് ഒന്നും കൂടെ വളഞ്ഞിട്ട് കുറച്ചും കൂടെ മേളിൽ പോയി ടച്ച് ചെയ്തു. ഇനി പറയേണ്ടത് ച, ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിലേക്ക് പോയി. ഇനി ലാസ്റ്റ് പറയേണ്ടത് ക എന്ന് പറയുമ്പോൾ ഏറ്റവും ബാക്കിൽ തൊണ്ടയെന്നാണ് വരുന്നത്. അപ്പോൾ ഈ ക ച ട ദ പ എന്നുള്ള ഓർഡർ ചുമ്മാ വന്നതല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബ്രീത്ത് എടുക്കുന്ന ഒരു ഓർഡറിലാണ് ഫുൾ ലാംഗ്വേജ് വന്നേക്കുന്നത്. സോ ഫണ്ടമെൻ്റലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാംഗ്വേജ് ഈസ് പവർഫുൾ. ഞാൻ എൻ്റെ തലയിൽ ചിന്തിക്കുന്നൊരു കാര്യം ഞാൻ പുറത്തേക്ക് പറയുമ്പോൾ അത് വേറെ ആളുടെ ചെവിയിൽ എത്തുന്നു, അയാൾ ചിന്തിക്കുന്നു, അയാൾ അടുത്താക്ക് പോയി അടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്ത അവിടെ വരെ എത്തിയത് ലാംഗ്വേജ് വെച്ചിട്ടാണ്. സോ ലാംഗ്വേജിൻ്റെ പവർ എന്താണെന്നാണ് ഞാൻ ഈ കഥയിലൂടെ പറയാൻ പോണേ. ലാംഗ്വേജ് മനുഷ്യന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണോ? ആനിമൽസിനും ലാംഗ്വേജ് അറിയാം, പക്ഷെ മനുഷ്യന് മാത്രം ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്തെന്ന് പറയാമോ? കറക്റ്റ്, മനുഷ്യന് മാത്രമേ ലാംഗ്വേജ് സ്റ്റോറി അറിയുള്ളൂ. ആനിമൽസ് ലാംഗ്വേജ് സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലും ഉള്ള എല്ലാ കാര്യങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് റെക്കോർഡിക്കലാക്കി, വെബ്സൈറ്റാക്കി, വീഡിയോ ആക്കി നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മളിൽ ഉള്ള 70% സ്കില്ലും നിങ്ങളൊന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് ലാംഗ്വേജ് കൂടെയാണ്. നിങ്ങൾക്ക് ബൈ ബർത്ത് കുറേ സ്കില്ല് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഒരു 60 to 70% നിങ്ങളുടെ സ്കില്ലെല്ലാം കിട്ടിയിരിക്കുന്ന ലാംഗ്വേജിലൂടെയാണ്. ഒന്നീ ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നെ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നമ്മുടെ വേൾഡിലുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ സ്കില്ലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി കണ്ടുപിടിച്ചു. അത് വന്നതിന് ശേഷം എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന അതേ ലാംഗ്വേജ് മെഷീൻസിന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതാണ് ദ പിവറ്റ് പോയിന്റ്. നിങ്ങൾ ഇന്ന് കാണുന്ന ChatGPT, LLM, ജനറേറ്റീവ് AI എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും ലാംഗ്വേജ് വെച്ചിട്ട് ഡേറ്റ ഉണ്ടാക്കി വെച്ചത്, അതെല്ലാം വെച്ചിട്ട് മെഷീൻസിന് ഇപ്പോൾ പഠിക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ നമ്മൾ മെഷീൻസിന് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ 0, 1, 0 ബൈനറി ഫോർമാറ്റിലേക്ക് ആക്കി കൊടുക്കണം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻകോഡിങ് ആണ് ഷോർട്ട് ആയിട്ട് കോഡിങ് വന്നത്. കുറേ കോഡേഴ്സ് ഉണ്ട്, എൻകോഡിങ് എന്ന വാക്കാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. AI ക്യാൻ സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ട് ഏതൊക്കെ സ്കില്ല് ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സ്കില്ലെല്ലാം ഉണ്ടാക്കാനുള്ളൊരു മീഡിയം AIക്ക് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലാസ്റ്റ് 3 years കാണുന്ന AI ഹൈപ്പ്. 1936 ഇറങ്ങിയ AI ഇപ്പോൾ എന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ സ്റ്റോറി ഓഫ് പായാണ്, അല്ലെങ്കിൽ ലാംഗ്വേജിനുള്ള പവർ യൂസ് ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇതാണ് അതിൻ്റെ റീസൺ എന്ന്. ഇനി സ്റ്റോറി ഓഫ് മഡ്. ഇവിടെ ഇരിക്കുന്നതിൽ നമ്മളൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻസ് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മൾ സ്കൂളിൽ ഒരു ടീച്ചർ പറയാം ഈ കുട്ടി നല്ല മിടുക്കനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്?
യൂഷ്വലി ടീച്ചർ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കുട്ടി പറയും. അപ്പോഴും ടീച്ചറിന് മനസ്സിലാവത്തില്ല കുട്ടി ഇൻ്റലിജൻ്റ് ആണോ ഇല്ലത്. അതിൻ്റെ ആൻസർ ടീച്ചറിനും അറിയണം. അപ്പോഴാണ് ടീച്ചർ പറയുന്നത് അവൻ ബ്രില്യൻ്റ് ആണ് എന്ന് പറയുന്നതോട്. അപ്പോൾ മെമ്മറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടത്. മെമ്മറി, ഇൻ്റലിജൻസ് നിങ്ങൾ നേരത്തെ എല്ലാവരും ആലോചിച്ച് 1 മിനിറ്റ്, അതേപോലെയുള്ളൊരു കോൺസെപ്റ്റാണ് മെമ്മറി. പക്ഷേ എൻ്റെ ഒത്തിരി നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ചെയ്യുന്നത്, അവർ മെമ്മറി കപ്പാസിറ്റിയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റലിജൻസ് അല്ല റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആ റിമെമ്പറിങ് കപ്പാസിറ്റിയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മെമ്മറി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോറി ഓഫ് മഡ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയും ഹ്യൂമൻ ബീയിങ്സിനാണ് ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് എന്ന് എല്ലാവരും പറയാറുണ്ട്, ആനിമൽസിനേക്കാൾ. അത് നമ്മുടെ കോൺസെപ്റ്റാണ്. ആനിമൽസിന് ഒബ്വിയസ്ലി ഇൻ്റലിജൻസ് ഉണ്ട്, അവർക്ക് വേണ്ട ഇൻ്റലിജൻസ് ആനിമൽസ് ഉണ്ട്. ഒരു മഡിന് മെമ്മറി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മഡിന് മെമ്മറി ഉണ്ടോ? ഒരു ചെളിക്ക് ഒരു മഡി റോഡിന് മെമ്മറി ഉണ്ടോ? യെസ്. കാര്യം അതിൻ്റെ മുകളിൽ കൂടെ ഒരു ആന നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുട് പ്രിൻ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കാണുന്ന ഒരാൾ പറയും കുറച്ച് മുമ്പ് ആന നടന്നു പോയി. അതിനർത്ഥം മഡ് ഹാസ് മെമ്മറി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ആ റോഡിൽ കൂടെ പോകണമെങ്കിൽ അപ്പോഴും കാണും ചെറിയ മാർക്സ്. അപ്പോഴും നമുക്ക് പറയാൻ പറ്റും 1 വീക്ക് മുമ്പ് ആന ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ഇതാണ് നമ്മൾ പറയുന്ന ബ്രെയിൻ മെമ്മറി എന്നൊക്കെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഓഫ് ദ ഡേ തലയിലിരിക്കുന്നത് ഈ മഡാണ്. നമ്മൾ കളിമണ്ണാണെന്ന് പറഞ്ഞ് കളിയാക്കില്ലേ? ലിറ്ററലി ദിസ് ഈസ് ദ വേ അവർ ബ്രെയിൻ വർക്ക്സ്. അപ്പോൾ ഇൻഫോർമേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ മാത്രം മതി. നമ്മൾ വലിയ ഇൻ്റലിജൻറ്റ് ഒന്നും ആവണ്ട. ഇവഞ്ച്വലി കുറേ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് പോകുന്നു, ഒന്ന് കാണുന്നു, ഒന്ന് കേൾക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ റീഷേപ്പ് ആയിക്കൊണ്ടേ നിൽക്കും. എവറി ഡേ നമ്മുടെ ബ്രെയിനിൻ്റെ ഷേപ്പ് സ്ലൈറ്റ്ലി മാറിയാണ് ഇപ്പോഴത്തെ നമ്മളായി മാറിയിരിക്കുന്നത്. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, നമ്മുടെ ബ്രെയിൻ ഇല്ലാത്തൊരു ഫീച്ചറുണ്ട്. മെഷീനുണ്ട്, നമ്മുടെ ബ്രെയിൻ ഇല്ല. എന്താ ഫീച്ചർ എന്ന് പറയാമോ? മെഷീൻ്റെ മെമ്മറിക്ക് ആ ഫീച്ചറുണ്ട്, നമ്മുടെ ബ്രെയിൻ ആ ഫീച്ചറില്ല. ചോക്ലേറ്റ് എല്ലാം തീർന്നു പോയി. That's the right answer. Brilliant. What's your name? Hey, great. Machines. Sorry, the other answer. Machines-ന് ഡിലീറ്റ് കപ്പാസിറ്റി ഉണ്ട്, നമുക്കതില്ല. ക്യാൻ യു കാൺ തിങ്ക് ഓഫ് എ ലയൺ? ഒരു സിംഹത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റുമോ? ബിക്കോസ് ഈ മഡ് ഈ റീഷേപ്പ് ആയതുകൊണ്ട് മെഷീൻ ഹ്യൂമൻ ബീയിങ്ങിന് ഡിലീറ്റ് എന്ന ഫീച്ചർ ഇല്ല. അതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം, ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ഈ മെമ്മറി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ ലാസ്റ്റ് ഈ സ്റ്റോറി കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ എയുടെ ഹിസ്റ്ററി മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. ഹിറ്റ്ലർ എയും തമ്മിൽ എന്താ ബന്ധം? ആർക്കെങ്കിലും അറിയോ? ഹിറ്റ്ലറിന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സോ ഈ മനുഷ്യൻ അലൻ ട്യൂറിങ് എന്ന് പറയുന്ന ഈ ആള്, ഇദ്ദേഹത്തിൻ്റെയാണ് ടൂറിങ് മെഷീൻ എന്ന കോൺസെപ്റ്റ്. ഈ ടി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപ്ചയിലെ ടി, അത് ഈ അലൻ ട്യൂറിങ്ങിൻ്റെ. അദ്ദേഹമാണ് ഗോഡ് ഫാദർ ഓഫ് എ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഹിറ്റ്ലർ ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരാളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ സെൻട്രലിൽ നിന്നും വാർഫീൽഡിലേക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹിറ്റ്ലർ ഒരു താങ്ക് യു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഒരു മെക്കാനിസം കണ്ടുപിടിച്ചു. നമ്മുടെ റേഡിയോ ഇല്ലേ, നമ്മുടെ സാധാരണ റേഡിയോ വേവ്സിലൂടെ ഇൻഫർമേഷൻ എൻക്രിപ്റ്റ് ചെയ്ത് പാസ് ചെയ്യും. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ വേറെ ഒരു കൺട്രീസിനും അറിയാതെ എന്താണ് പുള്ളിയുടെ പ്ലാൻ എന്ന് പുള്ളിക്ക് മിലിറ്ററി ആൾക്കാരെ അറിയിക്കാൻ പറ്റി എത്രയോ വർഷങ്ങളോളം. ബ്രിട്ടനൊക്കെ കുറേ കഷ്ടപ്പെട്ടു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്ന് ബ്രിട്ടൻ അസൈൻ ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ഈ അലൻ ട്യൂറിങ് എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ മെസ്സേജൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. പുള്ളി ഒരു ഗെയിം ഉണ്ടാക്കി. അതാണ് ആദ്യം കണ്ട് ഇമിറ്റേഷൻ ഗെയിം എന്നൊരു മൂവി നിങ്ങൾ കണ്ടില്ലേ? പുള്ളി ഗസ് ചെയ്തു എന്തായിരിക്കും ആൻസർ എന്ന്. തെറ്റാണെന്ന് അറിയാം, പരമാവധി ഗസ് ചെയ്തിട്ട് ഈ ലെഫ്റ്റും റൈറ്റും ആൻസർ വെച്ചിട്ട് പുള്ളി ഒരു മെഷീൻ ഉണ്ടാക്കി. ആ മെഷീൻ ഒരു ഫംഗ്ഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്ക് അവസാനം മനസ്സിലായി എന്താണ് ഈ ഡീക്രിപ്റ്റിംഗ് കോഡ് എന്ന്. ഇതാണ് വേൾഡിൽ ആദ്യത്തെ AI എന്ന് പറയുന്നത്. ലെഫ്റ്റിൽ കുറേ ക്വസ്റ്റ്യന്, റൈറ്റിൽ ഇമാജിൻ ചെയ്ത കുറേ ആൻസറും വെച്ചിട്ട് പുള്ളി ഒരു നടുക്കുള്ളൊരു ബ്രെയിനെ ഉണ്ടാക്കിയെടുത്തു. ആ ബ്രെയിൻ അവസാനം ഹിറ്റ്ലറിൻ്റെ പ്ലാൻ മൊത്തവും പുറത്താവുകയും ഒരു 8 years നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ഒരു വാർ ഒരു 4-5 yearsൽ ഫിനിഷ് ആവാൻ കാരണമായിട്ടുള്ള ആളാണ് ഈ അലൻ ട്യൂറിങ്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് AI 1936. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട്
70+ years ആയി കഴിഞ്ഞു. സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ചാപ്റ്റർ 2. ഇതിൽ നേരത്തെ സ്കാൻ ചെയ്ത QR കോഡ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാത്തിലും നോട്ട്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നോട്ട്സ് അല്ല, ഇത് എന്ത് നോട്ട്സാണ് ഈ പറയുന്ന നോട്ട്സിന് വേണ്ടി ഒന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഒരു PDF ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്താൽ മതി. കാര്യം ഇതിനകത്ത് എല്ലാത്തിലും ഞാൻ യൂസ് ചെയ്യുന്ന ടേംസിൻ്റെയൊക്കെ ലിങ്ക് ഒക്കെ ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓരോ സ്ലൈഡിലും കുറേ നോട്ട്സ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് ഓടിച്ച് തീർക്കാവുന്ന ഒരു സെഷനാണ്. ഇതിലൊരു 6 സ്ലൈഡുണ്ട്. 6 സ്ലൈഡ് നിങ്ങൾ കണ്ടാൽ മതി. ഈ പിക്ചർ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. AI കൊടുക്കാം, അല്ലെങ്കിൽ ടൂളുണ്ട്, ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ബിസിയാണ്, നമുക്ക് ഒട്ടും സമയമില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. ഇതെൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന ഒബി എന്നാണ് പേര്. ഈസ് എൻ IIT പഠിച്ച ഒരു റിസർച്ചറാണ്. പുള്ളി പറഞ്ഞു, സജിത്തെ ഈ പാർട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സെഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പാർട്ട് തുടങ്ങുമ്പോൾ കോമൺ ആളുകളാണ് വന്നത്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള ആളുകളല്ല വന്നേക്കുന്നെങ്കിൽ നീ ഈ സ്ലൈഡ് വെച്ച് തുടങ്ങണം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. ഇത് ഭയങ്കര റിയാലിറ്റിയാണ്. ബൈ ദ വേ, ഇതാണ് നമ്മൾ പലർക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ടു ബിസി. ഓക്കെ, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു പിക്ചറാണ്. നമ്മളൊരു ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും ജോബ് ലോസ് എന്നൊക്കെ പറയണ്ടല്ലോ, AI ജോബ് കൊണ്ടുപോയി എന്നൊക്കെ പറയണ്ടല്ലോ, അതിൻ്റെയൊക്കെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഞാൻ പറയുന്നത്. ഒരു കമ്പനിയിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പ്രോഡക്റ്റ് ആക്കാൻ ഇത്രയും സ്റ്റെപ്പിൽ കൂടെ ഞാൻ വായിക്കാം, കാണാൻ പറ്റാത്ത എനിക്കറിയാം. അത് PRD പ്രോജക്റ്റ് റിക്വയർമെൻറ്റ് ആദ്യം ഉണ്ടാക്കും, പിന്നെ ഒരാളിരുന്ന് വയർഫ്രെയിം ചെയ്യും, ഒരാളിരുന്ന് ഡിസൈൻ ചെയ്യും, എന്നിട്ട് അത് ഫ്രണ്ട് എൻഡ് ആൾക്കാരിരുന്നത് വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കും, ബാക്ക് എൻഡ് ആൾക്കാരിരുന്ന് ബാക്ക് എൻഡ് ഉണ്ടാക്കും, ഒരു ഡെവോപ്സ് സിസ്റ്റം അഡ്മിൻ ഇരുന്നത് ഡിപ്ലോയ് ചെയ്യും. ഇത്രയും കഴിയുമ്പോഴാണ് സാധാരണ ഒരു പ്രോഡക്റ്റ് ലൈവ് ആവുന്നത്. AI വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരാൾ അടുത്ത ആളുടെ ഫീൽഡിലേക്ക് മെല്ലെ കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് നടുക്ക് AI ഉണ്ട്. പ്രോജക്റ്റ് റിക്വയർമെൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് തന്നെ ഇപ്പോൾ വയർഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ അയാൾ മറ്റേ ഏരിയയിലേക്ക് ചെറുതായിട്ട് കയറി. വയർഫ്രെയിം ഉണ്ടാക്കുന്ന ആൾക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് തൊട്ടടുത്ത HTML ഉണ്ടാക്കാൻ പറ്റും. മുമ്പ് വൈഫൈയും മാത്രം ഫിഗ്മ ഉപയോഗിച്ചിരുന്ന ആൾ ഇപ്പോൾ AI വെച്ചിട്ട് അടുത്ത ഫീൽഡ്. അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത് നിൽക്കുന്ന ഫീൽഡിലേക്ക് മെല്ലെ ഇരച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവസാനം എത്തുമ്പോൾ ഡെവലപ്പറിന് പണ്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ ഒരു ഒറ്റ കമാൻഡ് മതി ഡിപ്ലോയ്. അപ്പോൾ ഇത് മൂലം അത് ഷ്രിങ്ക് ആവും. ഇത്രയും ടൈം എടുക്കേണ്ടി വന്ന ഇവിടുന്ന് അവിടം വരെ എടുക്കേണ്ടി വന്ന സാധനം 2 രീതിയിലാണ് ഷ്രിങ്ക് ആവുന്നത്. കുറച്ച് ഏരിയയിൽ പീപ്പിളിൻ്റെ സ്പേസ് ഉണ്ടാവും, അത് വേണമെങ്കിൽ ഫ്രീ പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഫ്രീ ടൈം എന്ന് പറയാം. ഇവിടെയാണ് കമ്പനികൾ എടുക്കുന്ന ഡിസിഷൻ. കമ്പനിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഇതിപ്പോൾ ഇത്രയും പേര് വെച്ചത് കാര്യങ്ങൾ നടക്കണ്ടല്ലോ, എന്തിനാണ് ബാക്കിയുള്ള ആളുകൾ, അവർക്ക് വേണമെങ്കിൽ ട്രിം ചെയ്യാം. അതാണ് ഒരു ഓപ്ഷൻ. 2, കുറച്ച് ബ്രില്യൻ്റായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയവർക്ക്, അല്ലെങ്കിൽ വേറൊരു പാരലൽ ആക്ടിവിറ്റി തുടങ്ങാം. ഇതാണ് ഞാനൊക്കെ ചെയ്യുന്നത്. പണ്ട് 4 മാസം എടുക്കും എനിക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. IT പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് IT പ്രോജക്റ്റ് 2002 ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 4 മാസം കൊണ്ട് ഒരു പ്രോജക്റ്റ് തീരും. ഇപ്പം ഞാൻ 1 മാസം കൊണ്ട് 4 പ്രോജക്റ്റ് തീർക്കും. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഒരു AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, തൊട്ടടുത്തുള്ള ആൾക്ക് നമ്മുടെ സ്പേസിലേക്ക് കയറാൻ അനുവദിച്ചുകൊണ്ട് നിന്നാൽ അതങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും തൊട്ടപ്പുറത്തുള്ള ഏരിയയിലേക്ക് നമ്മുടെ സ്കില്ല് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. ഇത് ബിസിനസ്സിൽ സംഭവിക്കുന്നതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ബിസിനസ് സ്റ്റാക്ക് അല്ല, ആൻസർ ചെയിനാണ്. ഈ ബിസിനസ്സുകൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു ചെയിനായിട്ടാണ് അല്ലേ. നമ്മൾ വേറെ ഏതോ ഒരു ബിസിനസ്സിനെ നിന്നാണ് ഒരു കമ്മോഡിറ്റി മേടിക്കുന്നത്, എന്നിട്ട് നമ്മൾ വേറെ ഏതോ ബിസിനസ്സിന് കൊടുക്കും. ഇങ്ങനെയാണ് ബിസിനസ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആമസോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ആമസോൺ ആദ്യം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? ആമസോൺ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു സെല്ല് ചെയ്യാൻ. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരുന്നു, തൊട്ടിപ്പുറത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഏറ്റവും താഴെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആമസോൺ എന്താ ചെയ്യുന്നത്? ആമസോൺ ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്തെ സൈഡ് എക്സ്പാൻഡ് ചെയ്തു. ആമസോൺ തന്നെ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആമസോണിന് സ്വന്തമായിട്ട് ഇപ്പം ഡെലിവറി നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബിസിനസ്സുകാരുടെ ഒരു മൂഡാണ് അവർ അടുത്ത ചെയിൻ, അവരുടെ അഡ്ജസ്റ്റൻ്റ് ചെയിനിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. പണ്ട് അത് ആമസോണിനെ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ AI വന്നുകൊണ്ട് എല്ലാ ബിസിനസ്സിനും അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറയുന്ന ഇൻ്റഗ്രേഷൻ കമ്പനീസ് ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് OEM അല്ലേ, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. അവിടെ നിന്ന് നമ്മൾ അടുത്ത ആളിലേക്ക് എത്തി, വെണ്ടറിലേക്ക് എത്തി, വെണ്ടറിൽ നിന്ന് മേ ബി സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് എത്തി, അവിടെ നിന്ന് കമ്പനിയിലേക്ക് എത്തി. ഇതാണല്ലോ നമ്മുടെ ഒരു ഫ്ലോ ഇവിടുത്തെ ഒരു. പിന്നെ സെയിൽസ് പീപ്പിളിലേക്ക് എത്തി. ഇത് മെല്ലെ അടുത്ത ട്രാക്കിലേക്ക് കയറും. വെണ്ടറിന് സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ഇല്ലാണ്ട് നേരിട്ട് കമ്പനിയിലേക്ക് എത്താനുള്ള മോഡ് AI കൊണ്ട് വരും. കാര്യം
സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ചെയ്യുന്ന അതേ ഡ്യൂട്ടി എക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ബിസിനസ്സിലും. ഇത് കണ്ട നേരത്തെ കണ്ട പടത്തിൽ ലെഫ്റ്റ് നമ്മുടെ ബിസിനസ് ബ്ലൂ ആണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് സംഭവിച്ചാണ്ടോ ബാക്കി ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ബിസിനസ്സുകാർ നമ്മുടെ ബിസിനസ്സിലേക്ക് കയറും. അപ്പോൾ ഇതൊരു ത്രെട്ടല്ല, ഇതൊരു എന്താ പറയുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന, നേരത്തെ ആദ്യം ഞാൻ കാണിച്ച പടമില്ലേ, നമുക്കും പറ്റും പക്ഷെ അത് സമയമില്ല, നമുക്കിപ്പം നേരമില്ല, പിന്നെ നോക്കാമെന്ന് പറയുന്ന മൈൻഡ് സെറ്റിലാണ് ആ പ്രോബ്ലം ഇരിക്കുന്നത്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കാര്യം ഞാൻ പറയാം. കമ്പനിയിൽ നിങ്ങൾ കുറേ ഹൈറാർക്കി ഉണ്ടാവും. ഈ ഹൈറാർക്കിയിൽ ആളുകൾ മാറും. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകൾ അപ്പിലേക്ക് പോകും, അപ്പിൽ നിൽക്കുന്ന ആളുകൾ താഴേക്ക് വരും. ബിക്കോസ് ഞാനൊക്കെ ഈ ലോയറിൻ്റെ എക്സാമ്പിൾ പറയാൻ കാര്യം, നമ്മളൊരാളെ എപ്പോഴാണ് ലോയർ എന്ന് പറയുന്നത്, നല്ല രീതിയിൽ റൈറ്റപ്പ് എഴുതാൻ ഉള്ള കപ്പാസിറ്റി വേണം, നല്ല ഷാർപ്പ് ഐഡിയ വേണം എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് പറയുന്നത്. കുറേ പേർക്ക് നല്ല ഷാർപ്പ് ഐഡിയ ഉണ്ട്, പക്ഷെ അവർക്ക് ഇരുന്ന് ഈ കേസിൻ്റെ കാര്യങ്ങളൊന്നും എഴുതി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ പണ്ട് ലോയറിൽ ശോഭിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഷാർപ്പ് ഐഡിയ ഉള്ള ഒരാളും ആൾക്ക് റൈറ്റപ്പിൻ്റെ കപ്പാസിറ്റി വേണോ? ChatGPT പോലത്തുള്ള ടൂളുകൾ വരുമ്പോൾ ആ ഷാർപ്പ് ഐഡിയ ഉള്ള ഒരാൾക്ക് റൈറ്റപ്പ് ഇല്ലാണ്ട് തന്നെ ലോയർ ആവാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് ഓക്കെ എനിക്കാണിത് അറിയാവുന്നതെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വേറൊരാൾക്ക് ഇത് അറിയണമെങ്കിൽ വലിയ പാടില്ല, ഇവിടെ ടൂളുണ്ട്. സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. AI സ്മാർട്ടർ ആവുന്നതിനെ കുറിച്ച് ആരും പേടിക്കേണ്ട, AI മെഷീൻസാണ്. പക്ഷേ AI യൂസ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സ്മാർട്ടർ ആവുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു ടേക്ക് അവേ ഓഫ് ടുഡേ സെഷൻ. ഇത് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. മീഡിയോക്കറും എക്സ്പെർട്ടും ഒരേ ലെവൽ സ്കില്ലായി വരും. മീഡിയം സ്കില്ലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളും എക്സ്പെർട്സും ഒരേ ലെവലിലായി മാറാനുള്ള വേൾഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആലോചിക്കുക, മീഡിയോക്കറിൽ നിൽക്കുന്ന ആളുകൾ ഒബിയസ്ലി പഠിച്ച് അടുത്ത ലെവലിലേക്ക് പോകും. ഇത് ഓർഗനൈസേഷനിലും നല്ല വ്യത്യാസം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. എല്ലാവരും പറയും AI ജോബ് കളയുന്നു എന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നെറ്റിൽ കാണുന്ന എല്ലാ ന്യൂസും കോവിഡ് സമയത്ത് എടുത്ത ബൾക്ക് ഹയറിങ്ങിൻ്റെ, ഇപ്പോൾ കോവിഡൊക്കെ മാറി വന്നപ്പോൾ ഉള്ള ഒരു റിലീസാണ്. AI ഒബിയസ്ലി കുറേ ജോബ് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് AI ഒരാൾക്ക് 2 ജോബ് കൊടുക്കുന്നതാണ്. 2 ജോബ് ചെയ്യണം എന്നാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം നിങ്ങൾ, അല്ലെങ്കിൽ വീട്ടമ്മയാവാം, പക്ഷേ നിങ്ങൾക്ക് 2 ജോബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിൾ സംരംഭനൊക്കെ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. സംരംഭൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, സംരംഭൻ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, സംരംഭൻ ഒരു 1 മന്ത് കൊണ്ട് സംരംഭൻ ആ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് മിക്കവാറും ഇവിടെ സെഷൻ എടുക്കാൻ പോകുന്നത് സംരംഭൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സംരംഭൻ്റെ പാഷൻ വെച്ചിട്ട് സംരംഭൻ ഒരു ബുക്ക് റീഡ് ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് ബുക്ക് റീഡ് ചെയ്യുന്നുണ്ട്. സംരംഭൻ പറഞ്ഞു, സൈദ് ബ്രോ എനിക്ക് ബുക്കുകൾ വായിക്കുന്നതെല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹിസ്റ്ററി ഉണ്ടായി വരണം, അടുത്ത ബുക്ക് സെഷൻ പറഞ്ഞു, എനിക്ക് സ്വന്തം ഒരു ആപ്പ് ഉണ്ടാകണം. സംരംഭൻ ഒറ്റയ്ക്ക് ഈ ആപ്പ് ഞാൻ കുറച്ച് ഗൈഡ് ചെയ്തതെന്നല്ലാണ്ട് സംരംഭൻ ഒറ്റയ്ക്ക് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിചാരിക്കും സംരംഭൻ എല്ലാ ദിവസവും പുറത്ത് സ്പെൻഡ് ചെയ്യണം. വീക്കിലി 1 hour or 2 hour അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കെല്ലാവരും മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ടാവും. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ മൊമെൻ്റാണ് ഇതെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞു. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ജോബല്ല, സ്കിൽ എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ജോബ് എന്ന വേർഡ് നിങ്ങളുടെ മക്കൾക്കൊന്നും ആരും റെക്കമെൻഡ് ചെയ്യരുത്. അവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള വേർഡ് പോലും ഉപയോഗിക്കരുത്. എന്തെങ്കിലും സ്കിൽ ഉണ്ടാക്കുക, ഉറപ്പായും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മീഡിയം ഉണ്ടാവും 100%. അതുകൊണ്ട് അവരെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. നോളജ് വേഴ്സസ് ലേണിങ്ങിൻ്റെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോളജ് സ്റ്റാറ്റിക്കാണ്. നോളജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ നോളജ് ഏത് നിമിഷവും ആ നോളജിന് വേണ്ടാതാവാം. ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്ന നോളജ് എന്ന് പറയുന്നത് ഒരു നോളജാണ്. ലേണിംഗ് അതല്ല, ലേണിംഗ് ഒരിക്കലും എൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നോളജ് ഉണ്ടെന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് ലേണിംഗ് എന്ന മൈൻഡ് സെറ്റിലേക്ക് മാറുക. ഇത് കുറച്ച് ബോറിംഗ് ഏരിയ ആയിരുന്നു എനിക്കറിയാം, പക്ഷേ ഇത് ഇമ്പാക്റ്റ് ഉള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ലാസ്റ്റ് സ്ലൈഡ് ആട്ടോ, പേടിക്കണ്ട. ഇൻട്രോവേർട്സ് ഷോർട്ട് ടൈമാണ്. അതായത് നമ്മൾ ഇത്ര വിചാരിച്ചിരുന്നത് ഓക്കെ, പണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പ്രൈവസി സെറ്റ് ചെയ്യും. അതേ നമ്മളിപ്പോൾ ഫോട്ടോ ഇട്ടിട്ട് ഫോളോ എന്ന് പറഞ്ഞു കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ക്രിയേറ്റർ എക്കണോമി ഇവിടെ ഉണ്ട്. യൂട്യൂബേഴ്സ് നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ആയത്? അവർ ഇൻട്രോവേർട്സ് അല്ല, അവർക്ക് അല്ലെങ്കിൽ ഇൻട്രോവേർട്സിനേക്കാൾ ഉപരി അവർക്ക് പ്രസൻറ്റേഷൻ സ്കില്ലുണ്ട്. അവർ വന്നിരുന്ന് പറയുന്നു, പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നും മേക്കേഴ്സ് എക്കണോമിയാണ് ഇനി വരാൻ പോകുന്നത്. അതായത്
നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പ്രസൻറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ഉണ്ടാക്കാം. ഇനി നിങ്ങളുടെ ഇംഗ്ലീഷ് ശരിയല്ലേ, കോൺഫിഡൻസ് കുറവുണ്ടോ, വേണ്ട. ഇപ്പോൾ എല്ലാവരും എഴുതുന്ന ഒറ്റ ഇംഗ്ലീഷേ ഉള്ളൂ, ChatGPT ഇംഗ്ലീഷ്. എക്സ്പെർട്സും ഇല്ല, മീഡിയക്കറും ഇല്ല, ഒറ്റ ഇംഗ്ലീഷേ ഉള്ളൂ. എല്ലാ മെയിലും ഒരേപോലെ തുടങ്ങുന്നത്. 2 ഹൈഫൺ മാത്രം നമ്മൾ റിമൂവ് ചെയ്യും, കാര്യം അറിയാൻ പറ്റും ChatGPT ആണെന്ന്. M- എന്ന് പറയും, അത് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള വേൾഡിൽ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ എനിക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം അവർ ശോഭിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല, എത്ര AI വീഡിയോസും ആ ഹൈപ്പല്ല, ഐഡിയ കൺവേ ചെയ്യുന്ന എത്രയോ വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ഉള്ളിൽ വെച്ച് കുറേ നാളായിട്ട് ഇരുന്ന ആളുകൾ ഇപ്പോൾ ടൂൾ വന്നപ്പോൾ അവർ ഷെയർ ചെയ്തതാണ്. ഇത് ഞാൻ ജസ്റ്റ് സ്കിം ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഞാൻ ലാസ്റ്റ് ഒരു സ്കൂളിൽ ഒരു സെഷൻ എടുത്തപ്പോൾ അവിടുത്തെ പേരൻസ് ചോദിച്ചു AI റോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളതെന്ന്. അപ്പോൾ ഇത് വേണമെങ്കിൽ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചോ. അന്ന് ഞാൻ കണ്ടുപിടിച്ച കുറേ AI റോൾസാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലും കൂടുതലും ഉള്ളത് മാത്തമാറ്റീഷ്യൻസ് അല്ല, സയൻസ് പഠിച്ചവരല്ല, ഫിലോസഫി പഠിച്ച ആളുകൾ. ഇപ്പോൾ ChatGPT ഓപ്പൺ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഡാറ്റാ സയൻസ് പഠിച്ച ആളുകൾ, എഞ്ചിനീയേഴ്സും അല്ല. ജസ്റ്റ് ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾ, ലിംഗ്വിസ്റ്റിക് എക്സ്പെർട്ട്, ലാംഗ്വേജിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, അറബി പഠിച്ച ആളുകൾക്ക് AI റിക്വയർമെൻ്റ് ഉണ്ട്. അറബിയുടെ ആ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാൻ പറ്റുന്ന ആളുകൾക്ക്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സയൻസാണ് പഠിച്ചതെങ്കിൽ സോഷ്യൽ സയൻസിന് AI ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോ ആണ് പഠിച്ചെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ റോളുകളിലും ഒരു 80% റോൾ എടുത്തു കഴിഞ്ഞാൽ നോൺ ടെക് റോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റും നമ്മുടെ ഒരു സ്കില്ലും AI വേൾഡിൽ പോകുന്നില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി. ഞാൻ ഇത് അയച്ചു തരാൻ ചെയ്യാൻ പറ്റുന്നത് PDF ആയിട്ട്. ഇത് ഓപ്പൺ AIയിൽ ഇപ്പോഴത്തെ ടോപ്പ് 10 പൊസിഷൻസ് ആണ്. ഓപ്പൺ AI ChatGPT ഉണ്ടാക്കിയ കമ്പനിയാണ്. അവിടുത്തെ 10 പൊസിഷൻസാണ്. ഇതിൽ എത്ര ടെക് ആളുകളുണ്ടെന്ന് നോക്കിയേ, എത്ര മാത്തമാറ്റീഷ്യൻസ് ഉണ്ടെന്ന് നോക്കിയേ, 1 or 2. ബാക്കി എല്ലാവരും CEO. സാം ആൽട്ട്മാന് AI അറിയില്ല, പുള്ളി കോഡറോ മാത്തമാറ്റീഷ്യനോ അല്ല, ഹീസ് ദ CEO ഓഫ് ദ കമ്പനി. ബാക്കി എടുത്തേക്കുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജിങ് എബിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറച്ച് എപ്പോഴും സയൻസും മാത്സും മാത്രമല്ല വേണ്ട സ്കില്ല്. പ്രത്യേകിച്ച് സ്കൂളുകൾ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരെ സോഷ്യലി കേപ്പബിൾ ആക്കി എടുക്കുക, അവരെ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള കപ്പാസിറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു 8ാം ക്ലാസ് ആവുന്നത് തൊട്ട് ഒരു സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയം ഇന്നുണ്ട് AI ഉണ്ടായതുകൊണ്ട്. സോ ചാപ്റ്റർ 3 കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ബ്രേക്ക് വേണോ? ഒരു ലാസ്റ്റ് ചാപ്റ്റർ കൂടെ ഉണ്ട്, അതൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, ബ്രേക്ക് വേണ്ട, ശരി. ഇത് ഡെമോസാണ്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. സോ ഡെമോ ടൈം. ബൈ ദ വേ, ഈ സ്ലൈഡ് മൊത്തം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് AI വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. കർസർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്, അത് ഞാൻ ആ നോട്ടിൽ ഇട്ടിട്ടുണ്ട്, അയച്ചു തരാം. കർസർ എന്ന ടൂൾ വെച്ചിട്ട് മെനങ്ങാന്ന് ഇരുന്ന് എൻ്റെ തലയിലിരുന്ന ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സ്ലൈഡ്. ഇത് ബ്രൗസറിൽ കൂടെ റൺ ചെയ്യുന്നത്. ഇത് സ്ക്രീൻ മാത്രമേ ഉള്ളൂ, ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന സ്ക്രീൻസാണ്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. ഇത് കാണുന്നുണ്ടോ അറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലൗഡി എന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വെറുതെ ഒന്നും കൂടെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും എഴുതി ഇട്ടതാണ്. നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ഈ എക്സാം അടുത്ത ആഴ്ച വരുന്നുണ്ട്, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡി ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി തരും. ഇത് പ്രിൻ്റ് എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് വിഷ്വൽസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വിഷ്വൽസ് ക്ലൗഡി ഉണ്ടാക്കി തരും. ഇനി ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ തരുന്ന ആൻസർ ക്ലൗഡി തന്നെ എടുത്ത് ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലൗഡി മാർക്ക് ഇട്ട് തരും. അപ്പോൾ നിങ്ങളുടെ കിഡ്സ് ഒരിക്കലും പറയില്ല ഞാൻ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കള്ളം പറയില്ല. ആ ക്വസ്റ്റ്യൻ ക്ലൗഡി അല്ല, അത് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വൈഫൈ എല്ലാം മാറ്റി വെച്ചിട്ട് റൂമിൽ ഇരുത്തി ചെയ്തിട്ട് എടുക്കണം. അത് വേറെ അവർക്ക് വേറെ സെഷൻ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് MSS പാർട്ട് 2 ഞാൻ വരുന്നുണ്ട്, ഓൺലി ഫോർ കിഡ്സ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഇതെന്താണ്? ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു മെക്കാനിക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം പറയില്ലേ, പരാബോള പഠിക്കുന്നു മാത്തമാറ്റിക്സിൽ, ടീച്ചേഴ്സ് ഉണ്ട്. പരാബോള എങ്ങനെ പഠിപ്പിക്കാം എന്ന ടൂള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് V0 Dev എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതിൽ നമ്മൾ പരാബോള കുട്ടികൾക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഗെയിം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ്. കറക്റ്റ് ആ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിന്നാവും. അപ്പോൾ ഒരു കല്ലെറിയുന്ന പോലെ ആ ഒരു എന്താണ് പരാബോള എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗെയിം ഉണ്ടാക്കി തരും. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അവനത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളതൊരു ഗെയിം ഫോർമാറ്റിലേക്ക് ആക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സൂപ്പർ മാരിയോ എന്നുള്ള ഗെയിം കണ്ടിട്ടുണ്ടോ? സൂപ്പർ മാരിയോ 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പർ മാരിയോ. ഇത് 3 മിനിറ്റ്സ് ഇത് കളിക്കാൻ പറ്റും. ഞാൻ പ്ലേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടായി കാണുന്നത്. സൂപ്പർ മാരിയോ ലെവൽ 1 in 3 minutes. അപ്പോൾ ഇതിനകത്ത് ഇനി റൂൾ മാറ്റാം. ഇത് ഈ വരുന്ന സാധനത്തിന് പകരം നിങ്ങൾക്ക് ജിലേബി ലഡുവൊക്കെ വരാനൊക്കെ പറയാം. നിങ്ങളുടെ രീതിയിലാക്കി എടുക്കാം. പിള്ളേർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ ഈ 3ാമത്തെ നിലയിൽ കയറിയ ചോക്ലേറ്റ് കിട്ടും. അങ്ങനെ ആക്കി എടുക്കാം. ഇത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ പച്ചക്കറി ഗാർഡനില്ലേ, അതുണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത പച്ചക്കറി. അതുപോലുള്ള സാധനമാണ്. ഞാനിപ്പോൾ കേൾക്കുന്ന പാട്ട് മൊത്തം ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് മാത്രമേ കേൾക്കാറുള്ളൂ. അത് സുനോ വെച്ചിട്ട് ഞാൻ തമാശയ്ക്ക് പറയുന്നില്ല. ഒരു 10-30 പാട്ടിൻ്റെ ഇരിപ്പുണ്ട്. നേരത്തെ ആന്തം കേട്ട പോലെ സുനോ എന്ന ആപ്പുണ്ട്. സുനോ നിങ്ങളെല്ലാം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. സുനോ SUNO. ഇതൊക്കെ വരുന്നുണ്ടല്ലേ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലിറിക്സ് ഉണ്ടെങ്കിൽ ആ ലിറിക്സ് റാപ്പാക്കാം, പാട്ടാക്കാം, DJ ആക്കാം, വാട്ടവർ. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ കേട്ടോണ്ടിരിക്കാം ട്രെയിനിൽ കൂടെ പോകുമ്പോൾ. ഇതൊരു 3D ഗെയിമാണ്. ഇതുണ്ടാക്കുന്ന വേറെ ടൂളുണ്ട്. ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. ഇത് വെച്ചിട്ട് റോബ്ലക്സ് പോലത്തെ 3D ഗെയിം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറേ ഗോസ്റ്റിനെ പിടിക്കാൻ വരുന്ന ഗെയിമാണെന്ന് പറഞ്ഞു. ആ ഗെയിമാണത്. ഓക്കെ, ഇത് VO3 വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പോകുന്നത് കറക്റ്റാണെന്ന് അറിയത്തില്ല. ബെൻസീൻ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് VO3 ഉണ്ടാക്കിയെടുക്കാം. ഇത് ഭയങ്കര അമേച്ചറാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്താണാവോ? ഓക്കെ, ഇത് പണ്ട് ഫിസിക്സ് പഠിച്ചിട്ടില്ലേ, ഇത് മറ്റേ ഇലക്ട്രോലൈറ്റ്സ് വെച്ചിട്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഒരു ഇമേജ് എടുത്ത് വിട്ടിട്ട് VO3 പറയുന്നത് ഇതിൻ്റെ ഒന്ന് ആനിമേറ്റ് ചെയ്താൽ എന്നാലേ എൻ്റെ കൊച്ചിന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആനിമേറ്റ് ചെയ്ത് തരും. അപ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടെ വിഷ്വലി കണ്ട് പഠിക്കാൻ പറ്റും. ഫിസിക്സ് സാറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട, സ്കൂളിൽ പോയിട്ടാ വീട്ടിൽ ഇരുന്നാൽ തന്നെ അതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതെ, കാതോഡ് ആനോഡ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ സാധനം? ഞാൻ മറന്നുപോയി. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? മലയാളത്തിൽ പഠിച്ച പണ്ട്? ഓ കൂൾ. മലയാളത്തിൽ പഠിച്ച ആരുണ്ട്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ മലയാളത്തിൽ പഠിച്ച ആരുണ്ട്? ആണോ? മനസ്സിലായി. ഇത് ബയോളജിയിൽ ഹൃദയം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ്. ഇതാണ് വേറെ കാര്യം. ന്യൂട്ടൺസ് തേർഡ് ലോ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാം. ഇപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPT പറഞ്ഞപ്പോൾ ChatGPT അത് പറഞ്ഞു തന്നു. ഞാൻ അടുത്ത പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാൽ പോരാ, എനിക്കൊരു റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അത് അങ്ങനെ പറഞ്ഞു തന്നു. അവസാനം ഞാൻ നേരത്തെ കാണിച്ച കോമിക്കിൽ എനിക്കിതൊരു കോമിക് ബുക്കാക്കി തരണം. ആ കോമിക് ബുക്ക് വായിച്ചാൽ ന്യൂട്ടൺസ് തേർഡ് ലോ എനിക്ക് പഠിക്കാൻ പറ്റും. ഈ കോമിക് ബുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് പിള്ളേർ കൊടുത്താൽ മതി. എന്നിട്ട് ഒരു വില്ലനെ കൂടെ ആഡ് ചെയ്തോ, വെറുതെ അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. 2 വില്ലന്മാർ വരുന്നു, എല്ലാം കഴിഞ്ഞ് അവസാനം കഥ വായിച്ച് തീരുമ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ കഴിഞ്ഞു. അങ്ങനെ ആക്കി കൊടുക്കണം നമ്മൾ. അല്ലെങ്കിൽ എന്താ ഇവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ChatGPT സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ വാറെന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ChatGPT പറയും മോനെ പറ്റില്ല, പോളിസി വയലേഷനാണ് ഇതൊന്നും. അത് ഒബിയസ്ലി അങ്ങനെയാണല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ ചെറിയ പ്രൊമോഷൻ പോലെ manimate.com എന്നാണ്. ഇതാരും ഉപയോഗിക്കണമെന്നില്ല. കാര്യം ഇത് മാത്തിനെ വച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുക. എന്താണ് സൈൻ വേവ്, എന്താണ്. ഞാൻ മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ മാത്സ് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലെ മാത്സ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ടൂളാണ്. അതിൽ നമ്മൾ സൈൻ വേവ് എന്താണ്, ലോഗരിതം എന്താണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഗ്രാഫ് വെച്ചിട്ട് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എൻ്റെ പേര് manimate.com എന്നാണ്. മാനിമേറ്റ്, ആനിമേറ്റിൻ്റെ ഫ്രണ്ട് M ഇട്ടാൽ മതി. manimate.com ഫ്രീ ആണ്, പ്രൈസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് കഴിയാറായി ബോറടിക്കണ്ട. ഇതെന്തായിരുന്നു? ഓക്കെ,
ഇത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടൂളാണ്. ഗമ്മ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അപ്പോൾ ഇത് പ്രസൻറ്റേഷൻ തന്നെ അല്ലേ? അതെ, പ്രസൻറ്റേഷൻ്റെ സ്ലൈഡ് ChatGPT ഉണ്ടാക്കിയിട്ട് ഗമ്മയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസൻറ്റേഷൻ സ്ലൈഡാക്കി തരും. ഇത് ഞാൻ ഉപയോഗിച്ച ടൂളല്ല, അത് എൻ്റെ കസ്റ്റം ടൂളാണ്. ഇതൊരു ഓപ്പൺ ഫ്രീ ടൂളാണ്, നെറ്റിലുണ്ട്. നിങ്ങൾക്ക് അടുത്ത തവണ പ്രസൻറ്റേഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ക്വിക്ക്ലി ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലവബിൾ, നിങ്ങളെല്ലാവരും ഉപയോഗിച്ചൊന്നും അറിയത്തില്ല, ലവബിൾ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ലവബിൾ, അവിടെ പോയി നിങ്ങൾ കണ്ടന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ഉണ്ടായി വരും. നിങ്ങൾ ഒരിക്കലും ബിലീവ് ചെയ്യത്തില്ല. lovable.org ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡവ് ആണ്, ലവബിൾ എന്ന് അടിച്ചാൽ മതി നെറ്റിൽ. അതേപോലെ തന്നെ dev0 അല്ലെങ്കിൽ ഡീപ്പ് സൈറ്റിങ്ങിനൊക്കെയുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കണ്ടന്റിന് നിങ്ങൾ വേറൊരു വെബ്സൈറ്റിൽ കോപ്പി എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കി തരും. ഡിസൈനിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ മോട്ട് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഡിസൈൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിച്ചോ, നേരെ വേണ്ടിയിട്ട് നിങ്ങളുടെ രീതിയിലുണ്ട്. ഞാൻ MSSൻ്റെ വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഓവറാവുന്ന വെച്ചാൽ ഓൾറെഡി 2 എണ്ണം ചെയ്ത് ഇതും കൂടെ ചെയ്യണ്ട എന്ന് വിചാരിച്ചത്. കഴിഞ്ഞു, ഡെമോസ് കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു ഇൻട്രോയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേര് സജിത് അമ്മ എന്നാണ്. അപ്പോൾ ആ പേര് വന്ന എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരിൽ കാണുമ്പോൾ അത് പറയാം. ഒബിയസ്ലി ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു വുമൺ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. പേഴ്സണലി ഐ ഓൾവേസ് ഡു ദാറ്റ്. അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിവിടെ ഒരു AI കമ്പനിയുണ്ട്, അതിൻ്റെ പേര് സാപ്പർ എന്നാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് AI വെച്ചിട്ട് എങ്ങനെ അവരുടെ ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ആ കമ്പനി ചെയ്യുന്നത്. പിന്നെ ആൻവെഞ്ചർ ഒബ്വിയസ്ലി എൻ്റെ വൈഫിൻ്റെ കമ്പനിയാണ്. ഞാൻ അതിലെ ഒരു ബുദ്ധിജീവിയായി ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ കൺട്രോളും പക്ഷേ മെർലിനാണ്. പിന്നെ ഞാൻ ഓൾക്കാനോ എന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് USB. കുറച്ച് കമ്പനികളുണ്ട്, ഞാൻ എല്ലാത്തിനും വെച്ചിട്ടില്ല. അതൊരു മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഞാൻ തോട്ട് ലീഡർഷിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വീഡിയോസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്നില്ല, അതിൽ വീഡിയോസ് കണ്ടോളൂ. സജിത്ത് അമ്മ എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, ദുബായ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് വീഡിയോ ആണ്. Spatial LLM is an AI that can actually understand space, not just images. At Zaper AI Research Lab, we're exploring how this changes construction. With just a camera on a supervisor's helmet, we can stream site footage and turn it into live, useful insights. Progress can be measured, safety issues spotted, even material usage tracked, things like wall lengths or how much work has really been done. It's not limited to progress either. From knowing who's on site to live head counts, attendance, time, and geolocation, all of it can be captured in a simple walkthrough. For construction, this opens up a whole new way to manage projects, faster, safer, and with real clarity. ഇതാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന AI പ്രോജക്റ്റ്. ഇതൊരു US കമ്പനിയാണ്. ഇവിടെ എൻ്റെ ഒരു വിങ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ മാത്സിലും ChatGPT-നെ കുറിച്ചും പിന്നെ ബിസിനസ്സുകാർക്കുള്ള ഒരു ടൂളും ഞാൻ ഷെയർ ചെയ്തില്ല. കാര്യം കോമൺ ക്രൗഡ് വരുന്നു പറഞ്ഞപ്പോൾ ബിസിനസ് ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഷെയർ ചെയ്യാഞ്ഞത്. ഈ വീഡിയോസിൻ്റെ ലിങ്ക് അയക്കാം. ഇത് ബേസിക്കലി എന്താ പറയുക, എങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്നത് 3 minutes വീഡിയോസാണ്. മേ ബി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് പ്ലേ ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു വരാം. പിന്നെ സജിത്തമ്മ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് അവിടെ. ഓക്കെ, പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ജേണിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ജേണി. ഞാൻ 99-ൽ 10th പാസ്സായി. പ്രീ ഡിഗ്രി 2001 കഴിഞ്ഞിട്ട് BTech ചെയ്തു. അത് കഴിഞ്ഞിട്ട് UK പോയി ഒരു MS എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ വെച്ചാണ് ഞാൻ മെർലിനൊക്കെ പരിചയപ്പെട്ടത്, നമ്മൾ കല്യാണം കഴിക്കുന്നത്. BTech കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ചെറിയൊരു ഫേം തുടങ്ങിയാണ് ചെയ്തത്. വേറെ ജോബൊന്നും കിട്ടിയില്ല, അപ്പോൾ വേറെ ഒരു ഫേം തുടങ്ങി. ആ ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്താണ്. സ്റ്റുഡൻസിന് പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുക, സെമിനാർ ചെയ്ത് കൊടുക്കുക, അതൊക്കെയായിരുന്നു ആക്ടിവിറ്റി. അപ്പോൾ പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ് ടീച്ചിങ് ആണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് മറ്റേ കോഡിങ്ങൊക്കെയാണ്. റിയലി നല്ല ടീച്ചറായി മാറാൻ ആഗ്രഹമുണ്ട്. ഇതാണ് ആദ്യം തുടങ്ങിയ, അതിനുശേഷം തുടങ്ങിയ കമ്പനിയാണ് ടോർക്ക്. ആ കാലിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ പിന്നെ 2006 കമ്പനിയുടെ പേര് മാറ്റി മോബ്മി എന്നായി, കമ്പനി വലുതായി. ആ സമയത്ത് ഈ ടെക്കിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു മൂവി പ്രാന്തുണ്ട്. അപ്പം അന്ന് ചെറുതായിട്ട് തുടങ്ങിയൊരു കമ്പനിയാണിത്. കമ്പനിയല്ല, ഒരു ഓർഗനൈസേഷനാണ്, ആമസോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു
സാധാരണക്കാർക്ക് എങ്ങനെ മൂവി പിടിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഫേമായിരുന്നു. അത് അന്ന് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കവറായി. അന്ന് മറ്റേ ടെക്നോ പാർക്കിൽ വെച്ച് നടത്തിയൊരു ക്യാമ്പാണ്. ഇതും ഞാനാട്ടോ ഈ നിൽക്കുന്നത് മീശയില്ലാതെ. അപ്പം ഇതന്ന് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കുറച്ച് സെൽഫ് ബ്രാൻഡിങ് കുഴപ്പമില്ലല്ലോ. അപ്പം അന്ന് ചെയ്ത അന്ന് നമ്മൾ മൂവി എങ്ങനെ അന്ന് ഡിജിറ്റൽ പ്രൊമോഷനൊന്നും ഇല്ല ഇന്ന് കാണുന്ന പോലെ. ഡിജിറ്റലി പ്രൊമോട്ട് ചെയ്യാമെന്ന് കരുതി നമ്മൾ പ്രൊമോട്ട് ചെയ്ത മൂവീസാണ്. നിങ്ങൾ വീട്ടിൽ പോയി നീലത്താമരയുടെ മൂവി പോയിട്ടാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ആമസോൺ എന്നൊരു ലോഗോ കറങ്ങി വരും. ഇത് പഠിച്ച ഇതൊന്നും എവിടെ വെച്ചാൽ അറിയത്തില്ല. ഓക്കെ, ഇത് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോയാണ്. എന്നിട്ട് ഞാൻ യു കെയിൽ നിന്ന് തിരിച്ച് വീണ്ടും നാട്ടിൽ പോയി നമ്മുടെ മോപ്മി എന്ന കമ്പനിയിൽ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരുന്നു നാട്ടിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തത് PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തുടങ്ങുന്ന കമ്പനിയായിരുന്നു. അന്ന് ഏകദേശം ഒരു 10-30 കമ്പനീസ് അവിടെ ഇൻക്യുബേറ്റഡ് ആയി. ഇപ്പോഴും സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്, കൊച്ചിയിലുണ്ട്. അത് നമ്മൾ ഫുൾ ഗവൺമെൻറ്റാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ മോപ്മി അത് ഹാൻഡ് ഓവർ ചെയ്തു. സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒരു ലോ കൊണ്ടുവന്നു. നമ്മളൊരു ലോ അവിടെ സ്റ്റുഡൻസിന്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു ദിവസം ഓഫ് കിട്ടും സ്റ്റാർട്ടപ്പ് വില്ലേജിൽ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ. അവർക്ക് അവരുടെ 3rd ഇയർ തൊട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കോളേജിൽ പോയില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടും. അത് കാരണം കുറേ പേര് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2014 കോയിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് തുടങ്ങി. എൻ്റെ കയ്യിൽ ക്രിപ്റ്റോ ഒന്നുമില്ല, ഞാൻ ക്രിപ്റ്റോ ട്രേഡറും അല്ല, പക്ഷേ ഞാൻ ക്രിപ്റ്റോ ടെക്കിയാണ്. ഞാനൊരു ഫിൻടെക് പേഴ്സണാണ്. അപ്പോൾ അന്നൊരു എക്സ്ചേഞ്ച് തുടങ്ങി. ഇത് അത്യാവശ്യ രീതിയിൽ അന്ന് ഇന്ത്യയിൽ ഹിറ്റായ എക്സ്ചേഞ്ചാണ്. നമ്മുടെ ഗവൺമെൻറ് ലോ കൊണ്ടുവന്ന കാരണം നമുക്കത് 3 months കഴിഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പക്ഷേ അന്ന് അത്യാവശ്യം നല്ല ഓളം ഉണ്ടാക്കിയ ഒരു എക്സ്ചേഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് 2019 സെക്കൻഡ് ഹാഫ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു ചെറിയ മൂവി ചെയ്തു. നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല, കുറച്ച് പേര് കണ്ടു കാണുമായിരിക്കും. ആ മൂവിയുടെ പേര് ഹിഗ്ഗുറ്റ എന്നാണ്. സുരാജും ധ്യാനൊക്കെ ആക്ട് ചെയ്തേക്കുന്നൊരു മൂവിയാണ്, കണ്ണൂർ ബേസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഓൾക്കാനോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി US സ്റ്റാർട്ട് ചെയ്ത്. എൻ്റെ പാർട്ട്ണറാണ് ജിതിൻ എന്നാണ് പേര്. കഴിഞ്ഞു. ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. ഇതിനകത്ത് ഇന്നത്തെ കത്തിക്കൽ തീരാൻ പോവാം. ഇതൊക്കെയാണ് ഓവറോൾ എൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ എൻ്റെ ഒരു ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പ്രകാരം എൻ്റെ ഡ്രീം ആയിരുന്നു ടീച്ചിങ്, ആളുകളെ പഠിപ്പിക്കുക. അതിന് പല മാർഗ്ഗങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ ഒരു ടീച്ചിങ് ഒരു ട്രെയിനിങ്, ഒരു മോഡലിലേക്കും കൂടെ പോകുന്നുണ്ട്. ബിക്കോസ് അത് തരുന്ന അത്രയും ഹാപ്പിനെസ് വേറെ ഒന്നും തരുന്നില്ല. ടീച്ചേഴ്സോട് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ഐ നോ ദാറ്റ്സ് എ വെരി ഹെക്റ്റിക് ടാസ്ക് ബൈ ദ വേ. അതിനേക്കാൾ ഉപരി ഒരു മാത്സ് സിംപ്ലി പറഞ്ഞു കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സർക്കിളിന് 360 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? വൈ 360 ഡിഗ്രി? Why circle is 360? Why 360? Why not 420? Why not 500? Why the number 360? മാത്സ് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കേട്ടില്ല എന്തോ? അല്ല, 360 എന്ന നമ്പർ എവിടെ നിന്ന് വന്നു? വൈ നോട്ട് ദേ പുട്ട് 720 ഇതിനകത്ത് എന്താ? Oh, that's a brilliant answer. That's the second answer. The 2 answers are there. This is a very brilliant answer. Come on, man. It's great. Correct ആണ് അവൻ പറഞ്ഞത്. 360 ഡിഗ്രി. Yeah, 100%. ഞാൻ നമ്പർ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ പറഞ്ഞ ആൻസറോ? It can be divided into any numbers. 360 can be divided into 1, 2, 3, 4, 5, 6, 9, not 9, 10, 12, 15, 18, 20, so many, right? So that is the correct answer. But why this 360? Why not any other number? Because the earth is rotating in 365 days. ആദ്യമായിട്ട് സർക്കിൾ കണ്ടുപിടിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ ആകാശത്ത് നോക്കിയിരുന്നു, സ്റ്റാറിനെ കൗണ്ട് ചെയ്തു, ഒരു സ്റ്റാർ വന്നു, നെക്സ്റ്റ് ഡേ ആ സ്റ്റാർ പോയി. ആ സ്റ്റാർ റിപ്പീറ്റ് ആവാൻ എടുത്ത സമയം 364 days. അങ്ങനെയാണ് ആ സർക്കിൾ എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ 364 ഒരു സുഖമുള്ള നമ്പർ അല്ല. അപ്പോൾ ഈ മോൻ പറഞ്ഞ പ്രകാരം അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 360 ആക്കി, സോ ദാറ്റ് വി ക്യാൻ ഈസിലി ഡിവൈഡ്. അങ്ങനെയാണ് സർക്കിളിന് 360 വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് പേഴ്സണലി ഞാൻ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് -1 = i? വാട്ട് ഈസ് i?
നമ്മൾ ക്ലാസ്സിലൊക്കെ ഐ എന്ന് എഴുതി ഐ സ്ക്വയർ എന്നൊക്കെ എഴുതി അതിൻ്റെയൊക്കെ ഒരു റിയൽ പിക്ചർ, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, എങ്ങനെ അത് ഉണ്ടായി എന്ന് പറഞ്ഞ രീതിയിൽ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ വിചാരിക്കാൻ വേണമെങ്കിൽ, ഒന്നിതാണ് എക്സോ എന്നാണ് എൻ്റെ പേര്. ഇത് പർപ്പസ് എത്രയേ ഉള്ളൂ, കിഡ്സിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാനുള്ള കുറച്ച് മെത്തഡോളജീസ്. ഒരു 30 ഡേയ്സിനുള്ളിൽ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് അവർ തന്നെ ഉണ്ടാക്കുന്നു എന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ആക്കി എടുക്കുക. അതായത് പഠിച്ചിറങ്ങുമ്പോൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിലും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രോഡക്റ്റുമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമ്മളെപ്പോഴും പറയത്തില്ലേ ഒരു നല്ല CV ഉണ്ടാക്കണം, നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെന്ന്. ഞാൻ പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. എല്ലാ സ്റ്റുഡൻസിനും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. സോ ഇപ്പോൾ സംരൻ ചെയ്തില്ലേ, പ്രൊസൈക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സംരൻ്റെ പ്രോഡക്റ്റാണ്. എന്ത് പ്രൗഡായിട്ടായിരിക്കും സംരൻ അത് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ AI ഉണ്ടായത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് അവരെ പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഇപ്പോഴേ മാറ്റുക. ജോലി കിട്ടിയില്ലെങ്കിലും അവരൊന്നുകിൽ അതിൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ചേർന്ന് എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അവർക്ക് പല ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും. അതാണ് ഒരു അജണ്ട. സെക്കൻഡ് ഒരു കോഴ്സും കൂടെ ഉണ്ട്, അത് ഗ്രാൻഡ് ഓർക്കസ്ട്രേറ്റർ എന്നാണ് കോഴ്സിൻ്റെ പേര്. അത് ബിസിനസ് ആളുകളെ ടാർഗറ്റ് ചെയ്തുള്ള കോഴ്സാണ്. എന്ന് വെച്ചാൽ ബിസിനസ് ആളുകൾക്ക് 12 മണിക്കൂർ നീണ്ട കോഴ്സാണത്. 2 hours വെച്ചിട്ട് 6 സെഷനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ അവരുടെ കമ്പനിയിൽ AI കൊണ്ടുവരാം, അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് അവർക്ക് എങ്ങനെ ഗ്രോ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സാണ്. 1:1 ഓൺലൈൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ഓഫ്ലൈൻ അവൈലബിൾ ഫോർ ദുബായ് പീപ്പിൾ, ബിക്കോസ് ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട്. ഇത് ഒരു QR കോഡാണ്. ഇത് ബേസിക്കലി ഇവിടെ നിതിൻ ബ്രോ ഉണ്ട്, മെർലിൻ ഉണ്ട്. ഇഫ് യു ഹാവ് എനി ഇൻട്രസ്റ്റ്, മേ ബി scan this QR code or contact these people. They will help you to get know more about this. Or you can go to sajidamma.com, where almost all these course details, syllabus, everything is mentioned. Yeah, thank you. That's the end of the session.